സാറേ നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം. രണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ സാറേ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ സാർ. സാറേ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ ഒരു ചെറിയ സമയം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇച്ചിരി താമസിച്ചു പോയത്. അപ്പൊ വഴിയിൽ ഇച്ചിരി ട്രാഫിക് ആയിരുന്നു. അപ്പൊ അതിന് ശരി, നമുക്ക് തുടങ്ങാം. ഒത്തിരി ലേറ്റ് ആയി. അപ്പൊ ഞാനത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞോട്ടെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആലപ്പുഴ ജില്ലാ ഇലക്ഷൻ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണിത്. അപ്പൊ അതിന്റെ ആദ്യം അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട റിട്ടയർ ചെയ്ത SDGO രാജീവൻ സാറാണ് ഉദ്യമത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം അന്ന് വളരെ നല്ല രീതിയിൽ ക്ലാസ് സംഘടിപ്പിച്ചായിരുന്നു. ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്കൂളിൽ പോയിട്ട് വലിയ ഗ്രൂപ്പ് കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പിന് ക്ലാസ് കൊടുക്കുന്നതിന് അത് മാത്രമല്ല, നമ്മുടെ മുന്നിൽ വരുന്ന ഒരാളായാലും അയാൾക്കൊരു ഗൈഡൻസ് കൊടുക്കുന്നത് കരിയർ ഗൈഡൻസിന്റെ ഭാഗമാണെന്ന് അന്ന് രാജീവൻ സാറ് വ്യക്തതയോട് ഊന്നി പറയുകയുണ്ടായി. അതിനുശേഷം നമുക്ക് ക്ലാസ് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ആണ് അതിനൊരു സാഹചര്യം ഒത്തു വന്നത്. അപ്പൊ ഇന്നിപ്പോ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ജില്ലയിലെ മറ്റു ജില്ലകളിലെ എംപ്ലോയ്മെന്റ് ഓഫീസർമാരും അതുപോലെ കരിയർ ഗൈഡൻസ് രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നെയ്യാറ്റിങ്കര CDCയിലെ സനൽകുമാറിനെ പോലുള്ള റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള ഈ ജില്ലയിലെ മറ്റു ജില്ലകളിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ ഇതിനകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ക്ലാസ് എടുക്കുന്നതിനായിട്ട് വിനോദിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സാർ. ഇപ്പൊ ഏറെ വലിയൊരു സമയമാണ്. ഒന്നും പറയുന്നില്ല. നമ്മള് തരത്തിലൊരു ക്ലാസ് എടുക്കുന്നതിന്റെ സാഹചര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ വളരെ പെട്ടെന്നാണ് നമ്മൾ ഇത്തരം ഒരു ക്ലാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. അപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ദിവസങ്ങളിൽ നമ്മൾ ആലോചിച്ചെങ്കിലും ഇത് മാറ്റി മാറ്റി പോവുകയാണ്. അപ്പൊ ഒരു ഡേറ്റ് എടുക്കാൻ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റ് എടുത്ത് നമുക്ക് അടുത്ത ദിവസം തന്നെ ഇത് സ്റ്റാർട്ട് ആവുന്നുണ്ടായത് കൊണ്ടാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ നൽകുന്നതിലൊരു കുറെ എന്തെങ്കിലും നമ്മൾ അറിവ് വിചാരിച്ചാണ് അപ്പൊ അതിന് സാധിച്ചിരുന്നത്. നമുക്ക് അതിനുശേഷമുള്ള ആദ്യത്തെ ഒരു പരിശീലനമാണ്. പരിശീലനം എന്ന് പറയുന്നത് നമ്മളൊരു ക്ലാസ്സിന്റെ ഒരു പ്രധാനമായിട്ട് നമ്മള് ഒരു കുട്ടിയോട് പറയുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പോയി രണ്ടു പേർക്ക് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ആവശ്യം വേണ്ടത് അതിന്റെ ഒരു സ്ട്രക്ചറും അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് എന്ന് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ വേണമെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് നമുക്ക് PPT അടക്കം ഉള്ള കാര്യങ്ങൾ തയ്യാറാക്കി നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളം മുഴുവൻ ഒരു യൂണിഫോമിറ്റി ഉണ്ടാകണമെന്ന് അതേ രീതിയിൽ നമുക്ക് ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം പരിശീലന പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഇങ്ങനൊരു ടീമൊക്കെ രൂപീകരിച്ച് ക്ലാസ്സുകളൊക്കെ അവിടെ തന്നെ എടുത്തു പോയിരുന്നു. അപ്പൊ പിന്നീട് നമ്മുടെ ജില്ലയിലാണ് ഇത്തരം ഒരു പരിപാടി നമ്മളിങ്ങനെ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഒരു തുടർ പരിശീലനം എന്നുള്ള രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിനെ തുടർന്ന് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഈ കരിയർ ടീം രൂപീകരിച്ചായിരുന്നു. അപ്പൊ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് കഴിഞ്ഞ ഒരു പരിശീലനത്തിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഒരു പശ്ചാത്തലം, അതിന്റെ ആവശ്യകത എന്താണ്, ലക്ഷ്യം, പ്രവർത്തന രീതി തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടും പറയുക. അതോടൊപ്പം തന്നെ നമ്മള് 2025-26 സാമ്പത്തിക വർഷത്തില് എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് നമ്മൾ വൊക്കേഷണൽ ഗൈഡൻസ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള തുക ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും ഇത്തരം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം നമ്മൾ നിർദ്ദേശിച്ചിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുമ്പ് ഒരു കത്ത് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നൽകിയിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് അതൊരു ഫോളോ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു വിശദീകരണം നൽകാനോ ഒന്നും സാധിച്ചിട്ടില്ല. അപ്പൊ അത് ഈ ഒരു സെഷനിൽ പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിന് ശേഷം ഏറ്റവും ബേസിക് ആയിട്ടുള്ള 10ാം ക്ലാസ്സിന് ശേഷമുള്ള ഒരു ഉപരിപഠന സാധ്യതകൾ നമുക്ക് നമ്മുടെ ഓഫീസിലും അതോടൊപ്പം തന്നെ നമുക്ക് ക്ലാസ്സുകളിലൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ സംസാരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്
ഇത്തരം ഒരു സെഷൻ. അപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ എനിക്ക് മുന്നോടിയായിട്ട് പറയണമെന്നുണ്ടായിരുന്നു. അത് നമ്മൾ വളരെ ചുരുക്കിയിട്ട് നമ്മൾ തുടർന്നുള്ള സെഷനുകളിൽ അത്തരം പല കാര്യങ്ങളും ഇപ്പൊ കരിയർ ഗൈഡൻസിനെ പറ്റിയിട്ടും മറ്റൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി പോകുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പ്രധാനമായിട്ടും 10ാം ക്ലാസ്സിന് ശേഷമുള്ള ഉപരിപഠന സാധ്യതകളാണ് നമ്മൾ ഈ സെമിനാറിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം 8 മണിയാവും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 1.5 മണിക്കൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നമ്മളെ ഒരു കണ്ടന്റ് ഇത്ര സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ സ്വീകരിച്ചു വരുന്ന ഒരു രീതി. അപ്പൊ ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമയത്തിനകത്ത് എത്രത്തോളം കണ്ടന്റ് നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നോ അത് നിർത്തിയതിനു ശേഷം നമുക്ക് അടുത്ത തുടർന്നുള്ള സെഷനിൽ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിച്ച് പോകാന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇത്തരം ഒരു ക്ലാസ്സുകളൊക്കെ ഇപ്പൊ ഞാൻ കൈകാര്യം ചെയ്യുമ്പോഴും ഇപ്പൊ ഞാനൊരു വലിയ കരിയർ ഗൈഡൻസ് വിദഗ്ധനോ അല്ലെങ്കിൽ വലിയ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുന്ന ഒരാളോ എന്നുള്ള രീതിയിലല്ല. അപ്പൊ നമുക്ക് വലിയ രീതിയിൽ നമ്മളെ തന്നെ പരസ്പരം സഹായിച്ചുകൊണ്ട് കുറച്ച് നമുക്ക് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്ന കൂടുതൽ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമുള്ള ഭാഗം മാത്രമാണ്. അതോടൊപ്പം ഇത്തരം ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് പുതിയൊരു അറിവ് നേടുന്ന ഒരു പ്രവർത്തനമായിട്ട് കൂടിയാണ് ഞാൻ കാണുന്നത്. അപ്പൊ എല്ലാവരും ഈ ക്ലാസ് നമ്മുടെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവരും മുഴുവൻ കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു ക്ലാസ് നമുക്ക് എല്ലാവരെയും കൂടി വിളിച്ചുകൂട്ടി നമുക്ക് ഇത്തരം ഒരു ക്ലാസ്സിന് ചെയ്യുന്നത് ഈ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഇപ്പം ഈ VG പ്രവർത്തനങ്ങൾ ടൗൺ എക്സ്ചേഞ്ചിൽ വരുന്ന അതിനെപ്പറ്റി കൂടി വിശദീകരിക്കുന്നതുകൊണ്ടാണ് എല്ലാവരെയും പങ്കെടുപ്പിക്കണം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയിപ്പുകളൊക്കെ കൊടുത്ത് നമുക്ക് തുടർന്ന് ഒരു കരിയർ ടീം ഇതിനെ തുടർന്ന് രൂപീകരിക്കുകയും ആ കരിയർ ടീമിലുള്ള ആൾക്കാരെ തുടർന്നുള്ള എല്ലാ പരിശീലനത്തിലും പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനൊക്കെയാണ് ഈ വെബിനാർ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഇതിനകത്തിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് ഇപ്പൊ എനിക്ക് കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത്. അപ്പൊ ഒരു 10ാം ക്ലാസ്സിലെ ഒരു സ്ലൈഡിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നതിന് ഇതിന്റെ ഒരു ഉള്ളടക്കം എന്നൊക്കെ ഉള്ളത് ഞാനിപ്പോ സൂചിപ്പിച്ചായിരുന്നു. ഇപ്പൊ എന്താണ് ഈ കരിയർ ടീം രൂപീകരിക്കാനുണ്ടായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളത് ആദ്യത്തെ വളരെ വിശദമായിട്ട് ഭംഗിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ എല്ലാവരും നമ്മുടെ NESM-നകത്തില് പാർട്ട് 3 പറയുന്ന വൊക്കേഷണൽ ഗൈഡൻസ് പറയുന്നത് അപ്പൊ പക്ഷെ എല്ലാവരും വായിച്ചു നോക്കിയിട്ടുണ്ടാവത്തില്ല. ഇത്രയും ഭംഗിയായിട്ട് ഇപ്പോ വൊക്കേഷണൽ ഗൈഡൻസിനെ കരിയർ ഗൈഡൻസ് പ്രവർത്തനങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇതൊരു 1960-ൽ രൂപീകരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇപ്പം ഒരു NESM എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും തന്നെ ഇതിനകത്ത് വളരെ വിശദമായിട്ട് ഇതിന്റെ ഒബ്ജക്റ്റീവ് ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൗൺസിലിങ്ങിനെ പറ്റിയിട്ടും സൈക്കോമെട്രിക്സിനെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായിട്ട് തന്നെയാണ് നമ്മൾ NESM-ൽ വളരെ വിശദമായിട്ട് ഇത് വായിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം എന്താണ് കരിയർ ഗൈഡൻസ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ഒരു PDF നമുക്ക് ഈ തുടർന്ന് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പിന്നീട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പിൻ ഉൾപ്പെടെ ഇപ്പം കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് നമ്മളുടെ മാനുവലി മാത്രമാണ് ചെയ്യാനായിട്ട് നമ്മളുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് പറഞ്ഞത്. വേറൊരു വകുപ്പിലും ഇത്തരം ഒരു പ്രവർത്തനം ചെയ്യുന്നതായിട്ട് നിയമപരമായിട്ട് നിർദ്ദേശിച്ചിട്ടില്ല. ഇപ്പൊ ഏക വകുപ്പ്, ഇന്ത്യയിലെ തന്നെ ഏക വകുപ്പാണ് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഉള്ള ഒരു വകുപ്പ് ചെയ്യുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പിലോ അല്ലെങ്കിൽ വകുപ്പിലോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നത് നമ്മള് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതും അതിന്റെ നിങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഏറ്റവും ആധുനികമായിട്ടുള്ള കരിയർ ഗൈഡൻസ് പോളിസികളൊക്കെ രൂപപ്പെടുത്തുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ആധികാരികമായ സംഘടന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ആ സംഘടനയുടെ അഭിപ്രായത്തിൽ എല്ലാ രാജ്യത്തെയും എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരങ്ങളെല്ലാം നടത്തുന്നത്. പിന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ ഇത് നടത്തണമെന്ന് കൗൺസിൽ ഓഫ് ഇന്ത്യ കരിയർ നിർദ്ദേശിക്കുന്ന എംപ്ലോയ്മെന്റ് ഓഫീസർ തന്നെ നമ്മൾ
ഗൈഡൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും ഇതുപോലെ പ്രൊഫഷണൽ അതേ ജോലിയാണ്. നമ്മള് ജോലിയൊന്നും ചെറിയ ജോലിയല്ല, വലിയ ഹലോ, വിനോദം കേൾക്കുന്നില്ലല്ലോ. എവിടെയൊക്കെയാണ് തൊഴിൽ, അതിന് എന്തൊക്കെ യോഗ്യതയാണെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് അറിയാൻ സാധിക്കത്തില്ല. അപ്പോ തൊഴിൽ നിയമനങ്ങൾ നടത്തുന്ന ഒരു സംവിധാനമാണ് PSC. PSCയെ സംബന്ധിച്ച് വിദ്യാഭ്യാസ അവസരങ്ങൾ എവിടെയാണ്, എംപ്ലോയ്മെന്റ് മാർക്കറ്റ് എവിടെയാണ് എന്ന് അറിയാൻ സാധിക്കത്തില്ല. ഇതെല്ലാം അറിയാവുന്ന ഒരു വകുപ്പ് നമ്മളുടെ വകുപ്പ് മാത്രമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുക്കണം, നമ്മൾ ലീഡ് ചെയ്യണം എന്ന് പറയുന്ന അത് നമ്മൾ അതുകൊണ്ട് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ എന്താണ് തൊഴിലില്ലായ്മയൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് നമ്മൾ തന്നെ കാണുന്നത്. അപ്പൊ മറ്റൊരു കാരണം എന്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ കരിയർ കൗൺസിലർമാരുടെ വളരെ കുറവാണ്. ഈ മേഖലയിൽ പുതിയ ചൂഷണമൊക്കെയാണ്. ഈ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് തൊഴിലില്ലായ്മ അടക്കം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ പോരായ്മ പരിഹരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കാണാനായിട്ട്. അത് മാത്രമല്ല മറ്റ് പല നിന്നും നമ്മുടെ പല സർവീസിനും വലിയ വെല്ലുവിളികളും മത്സരങ്ങളും ഒക്കെ നേരിടുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ KDISC വന്നതോടുകൂടി തൊഴിൽ മേളകള്, അതോടൊപ്പം തന്നെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം അവര് ഡയറക്റ്റ് നമ്മൾ ചെയ്യും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തില് ഗവൺമെന്റ് പോലും ശ്രദ്ധിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് വെല്ലുവിളിയായിട്ട് KDISC പോലെയുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കരിയർ ഗൈഡൻസ് പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അവര് ഹയർ സെക്കൻഡറി നടത്തിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു ബന്ധങ്ങൾ ഇപ്പോഴും നമുക്ക് പ്രവർത്തനങ്ങളൊക്കെ ഹയർ സെക്കൻഡറിയിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കരിയർ ഗൈഡൻസ് പോളിസിയൊക്കെ മുന്നോട്ട് പോകാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒക്കെ ഒരു എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോളിസികളൊക്കെ മുന്നോട്ട് വരാതെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പൊ സ്റ്റാർട്ടപ്പുകളും വ്യവസായ വകുപ്പുകളും ഒക്കെ വലിയ രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്വയം തൊഴിൽ പദ്ധതികൾക്കും ഭാവിയിൽ പ്രാധാന്യങ്ങൾ കുറയാനൊരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ നമ്മുടെ വിദ്യാർത്ഥികള് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികള് തൊഴിലിന് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം പലപ്പോഴും അവർക്കൊരു താല്പര്യം ഭാവിയില് ഒരു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ലോകമാകെ എല്ലാ മേഖലയിലും തൊഴിൽ മേഖലയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് നമ്മളുടെ വകുപ്പിനെ ഭാവിയിൽ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ജനങ്ങള് നമ്മളുടെ വകുപ്പ് വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ പ്രവർത്തനം ഇതാണ് നമ്മളുടെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ടീം കൂടുതൽ ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു കാരണം. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മളൊരു ടീമെന്ന് ഈ ഇതിനെ വിളിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോ നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് 1-2 പേര് ചെയ്യുന്ന പോലെയല്ല. ഒരു കൂട്ടം ആളുകൾ നമ്മളൊരു പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വളരെ വിശാലമായിട്ട് ആശയമായിട്ടുണ്ടാവും. കൂടുതൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മളുടെ ക്രിക്കറ്റ് ടീം, ഇന്ത്യന്റെ ക്രിക്കറ്റ് ടീമിലേക്ക് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പണ്ട് കുറെ കാലമൊക്കെ മുമ്പ് സച്ചിൻ, ഗാംഗുലി, ദ്രാവിഡ്, ലക്ഷ്മൺ എന്നൊക്കെ പറഞ്ഞ വളരെ ഇതിഹാസ താരങ്ങളൊക്കെ നിറഞ്ഞിരുന്നത്. അപ്പൊ ഇവരെല്ലാം വ്യക്തിപരമായിട്ട് റെക്കോർഡുകളൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ താരങ്ങളുടെ പേരില്ല. പക്ഷെ എന്നാൽ പോലും ഒരു ടീം എന്ന നിലയിൽ പലപ്പോഴും വലിയ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഇൻഡിവിജ്വൽ ആണ്. പക്ഷെ അതേസമയം ഇപ്പോഴത്തെ പുതിയ ഇന്ത്യൻ ടീമിനെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രിക്കറ്റ് ടീമിനെ ഇപ്പൊ അവസാനത്തെ ഇംഗ്ലണ്ടിൽ പോയിട്ട് കളിച്ചിട്ടുള്ള ഒരു ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം കാണുമ്പോൾ നമുക്ക് ഒരു വീട് വായിച്ചേക്കണം. അവസാനം നിൽക്കുന്ന ഏറ്റവും അവസാനത്തെ ബാറ്റ്സ്മാൻ പോലും വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കുന്നത്. അപ്പൊ അതിനെ ഒരു ടീം സ്പിരിറ്റ് ആയിട്ടോ, അപ്പൊ ലോകത്തിലെ എല്ലാ ഫോർമാറ്റിലും 1 നമ്പർ ടീമായിട്ട് മാറാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിച്ചത് ആ ഒരു കൂട്ടായ്മ ഇന്ത്യൻ ടീമിൽ വളർന്നു. അപ്പൊ അതുപോലെ നമുക്കൊരു കൂട്ടായ്മയായിട്ട് മാറണം. ഇപ്പം നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ അറിയാം. അപ്പൊ ഒരു വലിയ ഇന്ത്യൻ പ്ലെയർ ആണ്, വലിയ പ്രതിഭയുള്ള താരമാണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് കപ്പ് ഉയർത്താൻ കഴിയാത്തതെന്ന് പറയുന്നത് അയാളുടെ കൂടെയുള്ള ടീം അംഗങ്ങൾ ഒരുപോലെ അത്ര
മത്സരത്തിൽ എന്താണ് അയാളോടൊപ്പം നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇതാണ് ഒരു ടീമിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ നമുക്ക് എന്താണ് നമ്മുടെ ജില്ലയിലാകെയുള്ള കുറേയധികം പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് നമ്മളിത് ഇതിന്റെ ഒരു ആവശ്യകത, നമുക്ക് VG യൂണിറ്റ് ഉണ്ട്, CS ഉണ്ട്, എംപ്ലോയബിലിറ്റി സെന്റർ ഉണ്ട്, NCC തുടങ്ങി വകുപ്പിന്റെ തന്നെ പല സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാം തന്നെ നമ്മൾ കരിയർ ഗൈഡൻസ് സേവനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കരിയർ ടോക്കുകൾ, അങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ നയിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം, ഇപ്പൊ നമുക്ക് അവിടെ കോൺട്രാക്ട് സ്റ്റാഫുകൾ ഉണ്ടെങ്കിലും ഇപ്പൊ അവര് ചെയ്തു കൊള്ളും എന്നുള്ളത് മാത്രമല്ല, നമുക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കരിയർ ഗൈഡൻസ് എന്താണ്, അവർ പറയുന്നത് എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണെന്നൊക്കെ മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്കത് ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അത് അവർ ശരിയായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളതിന് വളരെ പ്രാധാന്യമാണ്. നമ്മള് വകുപ്പിന് പുറത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയിട്ട് നമ്മളെ പറ്റി പറയുമ്പോഴും അതോടൊപ്പം തന്നെ നമ്മൾ നൽകുന്ന കരിയർ ടോക്കുകളൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ അത് ശരിയായിട്ടാണോ പോകുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ജീവനക്കാരില്ലാതെ വരുന്ന അവസരത്തിൽ നമുക്ക് വിനോദേ കേൾക്കുന്നില്ലല്ലോ. വിനോദേ, ഈ മേഖലകളിൽ പ്രൊഫഷണൽ ചൂണ്ടിക്കാട്ടാനായിട്ട് കുറെ ആളുകൾ നമുക്ക് ആവശ്യം വേണം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു ടീം എന്ന രീതിയിൽ രൂപീകരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ ഈ ടൗൺ ജില്ലാ VD ഓഫീസിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ടൗൺ എക്സ്റ്റൻഡിൽ കൂടി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാർ എന്തെങ്കിലും കേൾക്കാൻ പറ്റായി, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കേൾക്കുന്നില്ല സാറേ, സംസാരം കേൾക്കുന്നില്ല. ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട് ഇടയ്ക്ക്. ഓക്കെ സാറേ. അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതൊക്കെ ക്ലിയർ ആയിരുന്നു. നമുക്ക് ഒരു എന്തുകൊണ്ടാണ് കരിയർ ടീം ഒക്കെ രൂപീകരിച്ചത്, അതിന്റെ ആവശ്യകതയൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് നമ്മളിത് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് കരിയർ ടോക്കുകൾ, കരിയർ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഗവൺമെന്റിന് മുന്നിലേക്ക് വരാത്തത് കൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കരിയർ ജ്വാല എന്ന പേരിൽ നമ്മൾ അതിനെ എന്താണ് ഒരു ബ്രാൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ വരുന്നതാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ മറ്റെല്ലാ ഇപ്പൊ CDCയിലും എംപ്ലോയിക്ക് സെൻട്രൽ ടൗൺ എക്സ്ചേഞ്ചിലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ നമുക്ക് ഗവൺമെന്റിന് നൽകാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ നമ്മളെ ശ്രദ്ധിക്കപ്പെടണം. ഇതൊക്കെയാണ് നമ്മൾ ഇത്തരം ഒരു ടീം രൂപീകരിക്കുന്നതുകൊണ്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഓരോ വിഭാഗത്തിലും ഒരാളില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കണം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കൂട്ട ജീവനക്കാരെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ ഒരു ടീമിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനമായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് ഭാവിയിൽ നമുക്ക് നമ്മുടെ ജില്ലയിൽ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് കുറച്ച് ജീവനക്കാരെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് അടക്കം മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും പലപ്പോഴും എന്തെങ്കിലും ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജീവനക്കാരുടെ ക്ലാസ് എടുക്കാൻ സാധിക്കുന്നവരുണ്ട് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കണം. മറ്റൊന്ന്, നമ്മുടെ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഒരു കുട്ടി വരുമ്പോൾ ആ കുട്ടിക്ക് പലപ്പോഴും നമ്മൾ വളരെ ദുരന്ത സമാനമായിട്ടുള്ള പല രീതികളാണ് നമുക്ക് കുട്ടികളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും +2 കഴിഞ്ഞിട്ട് എന്ത് പോകണം, എങ്ങനെ പോകണം, ഫുൾ A+ മേടിച്ചിട്ടുള്ള കുട്ടികൾക്ക് പോലും ശരിക്കും ഒരു ഡയറക്ഷൻ ഇല്ലാതെ വരുന്ന ആളുകളുണ്ട്. തീരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുന്ന കുട്ടികളുണ്ട്. ഇവരൊക്കെ ചെറുതായിട്ടെങ്കിലും നമുക്കൊന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുത്ത് സഹായിക്കാനായിട്ട് കഴിയുന്ന തരത്തിൽ ഓരോ ടൗൺ എക്സ്ചേഞ്ചിലും
ഒരു ജീവനക്കാരെങ്കിലും നമുക്ക് അങ്ങനെ ആ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കണം. പിന്നെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം സർക്കാരിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു കരിയർ ടീമിന്റെ അതിന്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇതിന്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതില് ദിവസേന നമ്മളുടെ കോഴ്സ് വിവരങ്ങൾ ഇടുക. നമുക്ക് ഏറ്റവും പ്രധാന ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണം. അപ്പൊ അതിന് എല്ലാവർക്കും പരിമിതികൾ ഉണ്ടാവും. അപ്പൊ നിലവിൽ നമുക്കിപ്പോ എല്ലാ ദിവസവും നമ്മൾ എല്ലാ പത്രത്തിലെയും കരിയർ വിവരങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചിരുന്നത് ഓരോ CDC-യിലും EC-യിലും അങ്ങനെ സ്റ്റാഫിനെയൊക്കെ നിയമിച്ച് പത്രത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുക എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം ഉദ്ദേശിച്ചെങ്കിൽ നിലവിൽ നമ്മൾ പോകുന്നത് രാജകൃഷ്ണ സാറ് നമ്മുടെ മാതൃഭൂമി പത്രത്തിലൊക്കെ കോളമിസ്റ്റ് ആയിട്ടുള്ള രാജകൃഷ്ണ സാറ് ഒരു സർവീസ് കൊടുക്കുന്നുണ്ട്. അത് പെയ്ഡ് ആയിട്ടുള്ള സർവീസ് ആണ്. നമ്മൾ ഒരു 6 മാസത്തേക്ക് ഒരു 600 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാല് അപ്പോ നമ്മൾക്ക് എല്ലാ ദിവസത്തെയും ഒരു 3-4-5 ദിവസത്തെ ഇംഗ്ലീഷ് പത്രം അടക്കമുള്ള വിവരങ്ങൾ സാറ് നമുക്ക് കട്ട് ചെയ്ത് വളരെ വൃത്തിയായിട്ട് നമുക്ക് എല്ലാ ദിവസവും ഷെയർ ചെയ്ത് തരും. അപ്പൊ അത് നമ്മളിപ്പോ നിലവിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാവി ചിലപ്പോൾ അത് രീതിയിൽ മാറ്റേണ്ടി വരും. ഇപ്പൊ എങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഞങ്ങള് ഇപ്പോ കുറച്ച് പേരൊക്കെ നമ്മുടെ വകുപ്പിലെ കുറെ ജീവനക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്ര ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മളത് ഷെയർ ചെയ്താണ് പോകുന്നത്. അപ്പൊ സാർ ഒത്തിരി കാര്യങ്ങൾ ഇടാറുണ്ട്. തൊഴിലവസരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇടാറുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമുക്ക് ഓവറായിട്ട് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശ്രദ്ധിക്കപ്പെടാറുള്ളൂ. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ച് ഡെയിലി ഉള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്തിരുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കൂടി നമ്മളൊരു ഷെയർ ചെയ്യും. നമ്മള് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല ഒരു ഇതായിട്ടാണ് ഇപ്പൊ അത് പോകുന്നത്. അപ്പൊ ഇടുന്ന പോസ്റ്റൊക്കെ 5000-6000 പേരൊക്കെ നമ്മൾ അതിനെ റീച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നല്ലൊരു ഇതായിട്ട് തന്നെ പോകുന്നുണ്ട്. നമ്മളിടുന്ന പ്രവർത്തനങ്ങളുടെയും വിദ്യാഭ്യാസ വാർത്തകളുടെയും ഒക്കെ അതിനകത്ത് ധാരാളം ആളുകൾ കാണുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് നമുക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പായിട്ട് നമ്മൾ മാറ്റണം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കരിയർ ടീമിൽ ഉൾപ്പെടുന്നവരായിരിക്കും നമ്മൾ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇനി തുടർന്ന് ഉണ്ടാവുക. അപ്പൊ അതിനകത്ത് നമ്മൾ ഇൻഫർമേഷൻ ഇടുന്നത് കൂടാതെ നമുക്ക് PPT-കളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. ഇപ്പൊ ഡയറക്ടറേറ്റിന്റെ PPT നമ്മൾ ഷെയർ ചെയ്യുന്ന PPT-യിൽ ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ക്ലാസ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് PPT ചെയ്യുക എന്നുള്ളത്. ഇത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ്. ഇപ്പൊ ചില സ്ലൈഡൊക്കെ ചില സമയത്ത് എനിക്ക് ചെയ്യാൻ 3 ദിവസമൊക്കെ വേണ്ടി വന്നിട്ടുള്ളൂ പല സമയങ്ങളിലായിട്ട്. അപ്പൊ അതിന്റെ വളരെ ശ്രമകരമായിട്ടുള്ള പണിയാണിത്. അപ്പൊ ഇത് നമുക്ക് എല്ലാ ജീവനക്കാർക്കും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഈ ജീവനക്കാരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശം. ഈ PPT-യുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്വന്തമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, ഡയറക്ടറേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരിക്കലും നമ്മൾ ഒരു വ്യക്തികൾക്കും നമ്മുടെ വകുപ്പിന് പുറത്തുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന പല ആൾക്കാർ ഇപ്പൊ രാജകൃഷ്ണ സാർ അടക്കമുള്ള ആൾക്കാർ PPT ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ തന്നെ ഒരു ഭയങ്കര സമയമൊക്കെ കളഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ മെനക്കെട്ടിട്ടാണ് ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്ത് ഒരു PPT രൂപത്തിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മാത്രം ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ രീതിയിലായിരിക്കും നമ്മൾ ഈ PPT ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ അത്തരത്തിൽ PPT നമ്മൾ ഇതിനകത്തിൽ ഷെയർ ചെയ്യും. പിന്നെ നമുക്ക് തുടർ പരിശീലനങ്ങളാണ്. 10ാം ക്ലാസ് ആണെങ്കിൽ നമ്മളിനി +2 ചെയ്യും, ഡിഗ്രി ചെയ്യും, ITI, പോളിടെക്നിക് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ ആവശ്യമായിട്ടുള്ള അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് തുടർ പരിശീലനങ്ങൾ ഈ ഗ്രൂപ്പ് വഴി നമ്മൾ മുന്നോട്ട് വെക്കുക. അപ്പൊ ഇത് നമ്മളൊരു ദീർഘകാല പദ്ധതിയാണ്. ഇപ്പൊ ഇന്നൊരു ക്ലാസ് കഴിഞ്ഞുകൊണ്ട് എല്ലാ ഇല്ല, അത് കുറച്ച് തുടർച്ചയായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഈ മേഖലയിൽ കുറച്ച് അറിവൊക്കെ ഉള്ള കുറെ ആൾക്കാരെയൊക്കെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ തുടർ പരിശീലനങ്ങൾ ഈ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നമ്മൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ എംപ്ലോയബിലിറ്റി സെന്റർ അല്ലെങ്കിൽ MCC തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ അവർ കോളേജിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന് ട്രെയിനിങ് ആയിരിക്കും ചില അടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് സോഫ്റ്റ് സ്കില്ലിനെ സംബന്ധിച്ചിട്ടുള്ള എങ്ങനെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാം, അതോടൊപ്പം തന്നെ അവർക്ക് ഡിഗ്രി തലത്തിൽ വേറെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും കരിയർ ഗൈഡൻസ് കൊടുക്കുന്നത്. വ്യത്യസ്തമായ രീതിയിലായിരിക്കും എല്ലാം തന്നെ നമ്മൾ
പലതവണയായിട്ട് ഈ ഗ്രൂപ്പിൽ ഒരു പരിശീലനം എന്ന രീതിയിൽ ഓൺലൈൻ ആയിട്ടൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം. ഈ ഓൺലൈൻ ചെയ്യുന്നതിന്റെ ഒരു കാര്യം, പലപ്പോഴും ഏത് സ്ഥലത്തിരുന്നും എല്ലാവർക്കും പങ്കെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ തന്നെ നോക്കുന്നത്. പല ആൾക്കാർക്കും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം, ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻഫർമേഷൻ വീണ്ടും തുടർന്ന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും ഈ വെബിനാർ എന്നുള്ള ഒരു രീതി. പിന്നെ രാത്രിയായാലും നമുക്ക് ഇത് കേൾക്കാനും ഒക്കെ സാധിക്കും. അപ്പൊ അതൊക്കെയാണ് വെബിനാർ തന്നെ സംഘടിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ചിട്ട് പുതിയ ഈ ഗ്രൂപ്പ് വഴിയായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തില് നമ്മുടെ VG, അതോടൊപ്പം തന്നെ EC, CDC, MCC തുടങ്ങിയിട്ടുള്ള കോൺട്രാക്ട് സ്റ്റാഫുകാർ എല്ലാവരും നമ്മൾ ഇതിനകത്ത് നിർബന്ധമായിട്ടുണ്ടാണ്. അതോടൊപ്പം തന്നെ VGയുടെ ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ നമ്മൾ VGയുടെ ക്ലാസ്സുകളെല്ലാം പെയ്ഡ് ക്ലാസ് എല്ലാം ഇപ്പൊ നമ്മുടെ ജീവനക്കാരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ജീവനക്കാര് നമ്മളുടെ ഗ്രൂപ്പിലുണ്ടാകും. പിന്നെ മറ്റ് ജില്ലയിൽ നിന്നുള്ള എംപ്ലോയ്മെന്റ് ഓഫീസർമാരടക്കമുള്ള ജീവനക്കാര്, രാജീവൻ സാർ, സനൽ സാർ അടക്കമുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള സനൽ സാർ അടക്കമുള്ള ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം അങ്ങനെയാണ് ഗ്രൂപ്പ് അകത്തിലെ അംഗങ്ങളായിട്ടുള്ള. അപ്പൊ ഇതിനകത്തില് നമുക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്ന ഇൻഫർമേഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷന് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ നടത്തുന്ന പരിപാടിയിൽ ഇപ്പൊ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യേണ്ടതായി വിനോദ്. വിനോദ് കേൾക്കുന്നില്ല. വിനോദേ, സാറേ കേൾക്കാമോ? കേൾക്കാം. ഇടയ്ക്കൊന്ന് കട്ടായി പോകുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില് നമ്മൾ VGയിലെ 1-2 കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കരിയർ ജ്വാല എന്ന് പറയുന്നത്. നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് എവിടെയൊക്കെ സംസാരിക്കുന്നത്, ഇപ്പൊ സമന്വയ പോലെയുള്ള പരിപാടികളുണ്ട്. ചിലപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ വരുമ്പോൾ കുട്ടികളായിട്ട് സംസാരിക്കും. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ഒരു കാര്യം വരുമ്പോൾ അതിനെയൊക്കെ നമുക്കൊരു കരിയർ ജ്വാലയായിട്ട് നമുക്ക് കണക്കാക്കി നമുക്ക് കരിയർ ജ്വാല എന്ന പേരിൽ ഒരു ക്ലാസ് നടത്തുന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് നമ്മുടെ രജിസ്ട്രേഷൻ ക്യാമ്പുകളാണ്. ഇപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അന്നത്തെ കത്തിൽ അങ്ങനെ രജിസ്ട്രേഷൻ ക്യാമ്പുകൾ ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ കരിയർ ടോക്കുകളൊക്കെ ചെയ്യാമെന്നും നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ രജിസ്ട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മൾ രജിസ്ട്രേഷൻ കൂട്ടാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ സ്കൂളുകളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ കൂടിയാണ് നമ്മൾ രജിസ്ട്രേഷൻ ക്യാമ്പുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നേരത്തെ നമുക്ക് ഒരു കരിയർ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് ഒരു മാസം 5 എണ്ണം വീതം ചെയ്യേണ്ട ഒരു പ്രവർത്തനം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടി ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ അത്തരം ഒരു നിർദ്ദേശം നമ്മൾ തന്നിട്ടുള്ളത്. അപ്പൊ അതൊരു ടാർഗറ്റ് നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. അപ്പൊ എന്നിരുന്നാൽ പോലും നമ്മൾ രജിസ്ട്രേഷൻ ക്യാമ്പുകൾ നടത്തും, അവിടെ കരിയർ ടോക്കുകൾ നടത്തും. അപ്പൊ ആ കരിയർ ടോക്ക് എന്ന് പറയുന്നത് വലിയ മുഴുവൻ ഒരു എന്താണ് ഒരു ക്ലാസ് ആയിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് എന്തെങ്കിലും വിഷയത്തെ പറ്റിയിട്ടോ അപ്പൊ നമുക്ക് സംസാരിക്കാം. അതെപ്പോഴും കരിയർ റിലേറ്റഡ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സാധാരണ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യാതെ അങ്ങനെ പറയുന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും കരിയർ, ഇപ്പൊ ഏതെങ്കിലും വിഷയം, നേഴ്സിംഗിന്റെ
ഇതിന്റെ അവസരം, ഇങ്ങനെയൊക്കെ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് അവരുമായിട്ടൊക്കെ സംസാരിക്കാം. അല്ലെങ്കിൽ തൊഴിൽ എങ്ങനെ തേടാം, PSCയുടെ അവസരങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് കരിയർ ടോക്കായിട്ട് പറയാം. അപ്പൊ അതൊരു നമുക്ക് എണ്ണമായിട്ട് കാണിച്ച് നമുക്കൊരു മന്ത്ലി റിപ്പോർട്ടും ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഒരു റിപ്പോർട്ടാക്കി ഒരു മാസം നമുക്ക് തരുവാണെങ്കിൽ ഇത് നമ്മളുടെ VGയുടെ മന്ത്ലി റിപ്പോർട്ടിനൊപ്പം നമുക്ക് ചേർത്ത് നൽകാനായിട്ട് സാധിക്കും. പിന്നെ വ്യക്തിഗത മാർഗനിർദ്ദേശം, രജിസ്ട്രേഷൻ ഗൈഡൻസ്, ഓൾഡ് കേസ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, വ്യക്തിഗത മാർഗനിർദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തിക്ക് നൽകുന്ന ഗൈഡൻസ് നിർദ്ദേശങ്ങളാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് 10ാം ക്ലാസ് വലിയ മാർക്കൊന്നും ഇല്ലാതെ +2 ഒക്കെ തോറ്റൊരു കുട്ടി നമ്മളുടെ മുന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് നമുക്ക് നിനക്ക് ITയിൽ പോയി ജോയിൻ ചെയ്യും. ഇപ്പൊ നമ്മളുടെ ജീവനക്കാർക്ക് അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് അങ്ങനെയുള്ള അവസരങ്ങളെ പറ്റിയിട്ട്. പിന്നെ നമ്മൾക്ക് തന്നെ അറിയാവുന്ന ധാരാളം അവസരങ്ങളുണ്ട്, ചില കോഴ്സുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് ജസ്റ്റ് ആ കുട്ടിയോട് ഒരു കാര്യം പറയുന്നതിന് നമുക്കൊരു വ്യക്തിഗത മാർഗനിർദ്ദേശമായിട്ട് അതൊരു രജിസ്റ്ററിലാക്കി ഇന്നത് മാർഗനിർദ്ദേശം കൊടുത്ത് ഇന്ന കുട്ടിക്ക് കൊടുത്തു ഡേറ്റ് ഇട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒത്തിരി എണ്ണം ചെയ്യണമെന്നില്ല. ഇപ്പൊ നമുക്കൊരു ദിവസം ഒരാളെ നമ്മൾ അങ്ങനെ സംസാരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരാളുടെ മാത്രം മതിയാണെങ്കിൽ തന്നെ ഒരു ദിവസം, ഒരു മാസം 25 നമുക്ക് എണ്ണം നമുക്ക് തരാനായിട്ട് സാധിക്കും. അപ്പൊ അത് വ്യക്തിഗത മാർഗനിർദ്ദേശം മാത്രമല്ല, രജിസ്ട്രേഷൻ ഗൈഡൻസ്, ഓൾഡ് കേസ് റിവ്യൂ. അപ്പൊ അതൊക്കെ ഒരുപക്ഷെ നമ്മുടെ പല ജീവനക്കാർക്കും കേട്ട് പരിചയമുള്ളവരും ഒക്കെ ആയിരിക്കും ഈ വാക്കുകൾ എന്നൊക്കെ പറയുന്നത്. രജിസ്ട്രേഷൻ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മളിപ്പം ഒരാള് ഇപ്പൊ കൗൺസിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ വന്ന് രജിസ്റ്റർ ചെയ്തു. അപ്പൊ അന്നേരം നമ്മൾ ചേർത്തിട്ട് കൗൺസിൽ രജിസ്ട്രേഷൻ കൊണ്ടുവന്ന് ചേർക്കണം എന്ന് പറയുന്നത് നമുക്ക് രജിസ്ട്രേഷന്റെ കൂടെ പറയുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് പറയാം. ഇപ്പൊ BCom കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കോർപ്പറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ടാലി ചെയ്യാം എന്നൊക്കെ പറയുന്നത് അതിന്റെ കൂടെയൊക്കെ രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്ന ഒരു ഗൈഡൻസിനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ഗൈഡൻസ്. വ്യക്തിഗത മാർഗനിർദ്ദേശം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വിപുലമായിട്ടാണ്. ഇപ്പൊ കുറെ അധികം അവസരങ്ങൾ നമ്മൾ പറഞ്ഞു, ഇപ്പൊ IT ആയിരിക്കും, അല്ലെങ്കിൽ പോളിടെക്നിക് ആയിരിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ മറ്റൊന്ന് ഓൾഡ് കേസ് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ NESM-ലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലൈവ് രജിസ്റ്ററിൽ നിന്ന് ഒരു ആളെ കണ്ടെത്തി അയാൾക്ക് എന്തുകൊണ്ടാണ് ജോലി കിട്ടാത്തതെന്ന് പരിശോധിച്ചിട്ട് നമ്മൾ അതിന് വേണ്ട നടപടി സ്വീകരിക്കുന്നതിനെയാണ് ഇപ്പൊ നമ്മൾ ട്യൂട്ടൺ ഇടുന്നതിനാണ് പലപ്പോഴും നമ്മൾ ഓൾഡ് കേസ് റിവ്യൂ എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഇവിടെ ഒരു ചെറിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇങ്ങനെ തന്നെയാണ് നമ്മുടെ VGയുടെ ഇതിലും പറയുന്നത്, എന്നിരുന്നാൽ പോലും ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഈ വ്യക്തിഗത മാർഗനിർദ്ദേശം, രജിസ്ട്രേഷൻ ഗൈഡൻസ് തുടങ്ങിയിട്ടുള്ള കൊടുത്തിട്ടുള്ള കുട്ടികളെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അവനോട് ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് ചേരാനായിരിക്കും പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു PSC ക്ലാസ്സിന് ചേരാനായിരിക്കും പറഞ്ഞത്. അപ്പൊ അത് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചുമ്മാ ഒന്ന് വിളിച്ച് ചോദിക്കുന്നതിനാണ് നമ്മൾ ഓൾഡ് കേസ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ഒത്തിരി വലിയ ടാർഗറ്റോ ഒന്നും പറയുന്നില്ല, നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇതൊരു രജിസ്റ്ററിലാക്കുക, അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യുക, നമുക്കൊരു റിപ്പോർട്ടാക്കി തന്നാൽ നമ്മുടെ മന്ത്ലി റിപ്പോർട്ടിന്റെ കൂടെ പോവാം. അപ്പൊ നമ്മൾ ടോട്ടല് എണ്ണം തന്നെ, നമ്മളുടെ ടോട്ടല് പ്രവർത്തനങ്ങൾ തന്നെ കൂടും. അതോടൊപ്പം തന്നെ നമുക്ക് ഗവൺമെന്റിന് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാറ്റിസ്റ്റിക്സും. അപ്പൊ ഇതാണ് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാന കാരണം. അതോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ഇതൊരു സർവീസ് ആണ് കൊടുക്കുന്നത്. പലപ്പോഴും ഞാനിപ്പോ എന്തെങ്കിലും കുട്ടികളോടൊക്കെ എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫർമേഷൻ പറയുമ്പോൾ തന്നെ അവർ ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകണം. അപ്പൊ അതൊരു സർവീസ് കൂടിയാണ് നമ്മൾ ഇത്തരം ഒരു കാര്യം പറയുന്നത്. പലപ്പോഴും പല കുട്ടികൾക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയുന്നു. അപ്പൊ അത്തരം ജസ്റ്റ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ രജിസ്ട്രേഷൻ ക്യാമ്പുകൾ ഇപ്പം നമ്മൾ ഓണത്തിന്റെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സംഘടിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് കരിയർ ടോക്കുകൾ സംഘടിപ്പിക്കുക. അപ്പൊ അതിന് VGയുടെയും CDCയുടെയും ഒക്കെ സഹായങ്ങൾ കൂടി നേടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാസ് ആയിട്ട് തന്നെ അവിടെ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ പലപ്പോഴും ഈ നമ്മളുടെ ഒരു ആശങ്ക, ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ളതാണ് എല്ലാവരുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത്. ഒരു ക്ലാസ് എങ്ങനെ എടുക്കണം, അത് എനിക്ക് ധൈര്യമില്ല എന്നൊക്കെയാണ്. നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് ഇതിപ്പോ എനിക്ക് ലിങ്ക്ഡിൻ വഴി കിട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഒന്ന് അതൊന്ന് നോക്കി. ആദ്യം നമുക്ക് ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ടാണ്, നമുക്കൊരു സെൽഫ് ഡൗട്ടാണ്, ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടാണ്. അപ്പൊ ഡൗട്ട് ക്ലിയർ കഴിഞ്ഞാൽ പിന്നെ പേടിയാണ്.
എന്താണ് ഇത് പരാജയപ്പെട്ടു പോവോ എന്നൊക്കെയുള്ള ഒരു പേടിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും പേടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു വരും. എല്ലാവരും എന്താണ് ആദ്യമേ തുടക്കത്തിലെ വിജയിച്ചു കൊണ്ടൊന്നും അല്ല നമുക്ക് എന്താണ് ഈ ക്ലാസ്സുകളൊന്നും നമ്മൾ നയിക്കുന്നത്. ഇപ്പൊ പതുക്കെ തെറ്റ് പറ്റാം. ഇങ്ങനെ പതിയെ നമ്മൾ സൈക്കിളൊക്കെ എങ്ങനെയാണോ ചവിട്ടി പഠിച്ചത് അതുപോലെ തന്നെയാണ് ഈ ക്ലാസിന്റെ കാര്യം. അതോടൊപ്പം തന്നെ ഈ മേഖലയിലൊക്കെ നമ്മൾ ഒരു എക്സ്പെർട്ടായിട്ട് മാറുന്നത് തുടക്കത്തിലൊക്കെ പിഴവ് സംഭവിച്ചു തന്നെയാണ്. അപ്പൊ അങ്ങനെ പതിയെയാണ് നമ്മൾ ഈ മേഖലയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം ഈ ക്ലാസ്സുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനിയിപ്പോ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ഒരു ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും നമുക്ക് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പലതരത്തിലുള്ള ക്ലാസ്സുകൾ ഒത്തിരി ആൾക്കാരെ വെച്ചിട്ട് ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിയുടെ കുറെ ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ള സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം മെച്ചപ്പെട്ടു. ഇപ്പൊ ഞാൻ ആദ്യം ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മള് സനിൽ സാർ തന്നിട്ടുള്ള PPT ഒക്കെ ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതിനകത്ത് പറയുന്ന കണ്ടന്റുകൾ കേരളത്തിലെ നമ്മളിപ്പോ തയ്യാറാക്കിയിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏതൊരു കരിയർ എക്സ്പെർട്ടിനെ വിളിച്ചാലും പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തുള്ള ഒരു കാര്യം. പക്ഷെ ഇത് അവതരിപ്പിക്കുന്നതിലും കുട്ടികളിൽ എത്തിക്കുന്നതിലും ഒക്കെ നമുക്ക് ഓരോരുത്തരുടെ അനുസരിച്ച് വ്യത്യാസമൊക്കെ വരാം. അപ്പൊ നമ്മള് നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നവരുണ്ട്, പല രീതിയിൽ അവതരിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ അതിനകത്ത് കൊടുക്കുന്ന കണ്ടന്റുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ പല ആൾക്കാരും നമ്മൾ വന്നിട്ട് കളി തമാശകളൊക്കെ പറഞ്ഞിട്ട് പോകാറുണ്ട്, ചിരിപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ആക്ടിവിറ്റീസ് ചെയ്യിക്കും. പക്ഷെ അവർക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ കിട്ടും. പക്ഷെ നമ്മൾ കണ്ടന്റുകൾ നമ്മളുടെ ഇതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പം എല്ലാവരും ധരിക്കുന്ന ഒരു ധാരണ നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊന്നും കേൾക്കത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പൊ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാവുന്നതായിരിക്കും, കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേട്ടിരിക്കും. അത് നമ്മൾ എത്ര ഡ്രൈ സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞാലും അവർക്ക് ആവശ്യമുള്ളതാണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ അതിന് നമ്മൾ തമാശ പറയണ്ട, വീഡിയോ കാണിക്കണ്ട, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യണ്ട. പക്ഷെ ഇതെല്ലാം നമുക്ക് എന്താണ് ആവശ്യത്തിന് ചെറുതായിട്ട് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ ചെറിയ തമാശകളൊക്കെ പറയാം, വീഡിയോസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളൊരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, നമുക്കൊരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ആ സ്കൂളിലെ കുട്ടികളുടെ നിലവാരം എങ്ങനെയാണ്. പല സ്കൂളിന് ഇപ്പൊ നമുക്ക് ആലപ്പുഴ തന്നെ എടുത്തു കഴിഞ്ഞാൽ പല നിലവാരത്തിലുള്ള സ്കൂളുകളാണ്. ഏറ്റവും ടോപ്പായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന കോളേജ്. അപ്പൊ അത് എത്രത്തോളമാണ്. പിന്നെ അവരുടെ നമ്മൾ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ ഏജ് എത്രത്തോളം. ഇപ്പൊ ഡിഗ്രിക്ക് എടുക്കുന്ന ആൾക്കാരുടെ ഏജും അതോടൊപ്പം തന്നെ +2 പഠിപ്പിക്കുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന 8ാം ക്ലാസ്, നമ്മുടെ NESM-ലൊക്കെ 8ാം ക്ലാസ് മുതൽ കരിയർ ഗൈഡൻസ് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ ഏജിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പൊ അത് നമ്മൾ പരിഗണിക്കണം. ജെൻഡർ വ്യത്യാസം, ഇപ്പൊ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ജെൻഡർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്കൂളിന്റെ നിലവാരം ഒക്കെ നമ്മൾ പരിഗണിക്കണം. പിന്നെ നമ്മൾ എപ്പോഴും ധരിക്കേണ്ട ഒരു കാര്യം, നമ്മളെക്കാട്ടിൽ അറിവ് കൂടിയ കുട്ടികളും അധ്യാപകരും ഒക്കെ അവിടെ കാണും എന്നുള്ളത് നമ്മൾ ധരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു തയ്യാറെടുപ്പുകൾ എപ്പോഴും ക്ലാസ്സുകൾ നടത്തുന്നതിന് മുമ്പായിട്ട് ചെയ്തിട്ട് പോകണം. അപ്പൊ അതിന് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് നമ്മൾ എന്താണ് ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു സാധനം, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെ നമ്മൾ തരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ബേസ് നമ്മൾ ഓൾറെഡി ചെയ്തു തരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നിന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രൊജക്ടർ ഉണ്ടോന്ന് ഉറപ്പാക്കണം, ഹാൾ എങ്ങനെയുള്ളതെന്ന് ഉറപ്പാക്കണം, കുട്ടികളുടെ എണ്ണം. അപ്പൊ കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നന്നായിട്ട് അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു 75 മുതൽ 150 വരെയൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊക്കെ നമുക്ക് അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ PPT ഒക്കെ ലാപ്പിലൊക്കെ തയ്യാറാക്കിക്കൊണ്ടായിരിക്കും പോകുന്നത്. പക്ഷെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു PDF വേണം, പിന്നെ നമുക്ക് മെയിലിൽ ഇട്ടാൽ അങ്ങനെ എടുക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും PPT തന്നെ വെച്ച് നമ്മൾ ചെയ്യണം. അപ്പൊ അതെന്താന്ന് വെച്ചാൽ നമുക്കൊരു ക്ലാസ്സിനൊരു നിലവാരം നമുക്ക് ഓൾറെഡി തരും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് തുടക്കക്കാരെന്ന രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണമെന്നില്ല. അപ്പൊ അതെല്ലാം നമ്മളൊരു PPT തയ്യാറാക്കി വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് ആയിട്ട് തന്നെ നമുക്ക് അക്കാര്യങ്ങളെല്ലാം പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ PPT ഓൾറെഡി പ്രിപ്പയർ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരു ബേസ് ആയിട്ട് തന്നെ നമുക്കുണ്ടാവും, ഓർമ്മ നിൽക്കും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നന്നായിട്ട് അത് പെർഫോമൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോരുത്തരുടെ ഒരു
കഴിവാണ് ഏത് രീതി പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അപ്പൊ അത് നമ്മൾ പതിയെ നമ്മളുടെ തന്നെ ഒരു ശൈലിയൊക്കെ രൂപപ്പെടുത്തി എടുക്കുകയും ഒക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ തനിയെ തന്നെ എന്താണ് ഈ രീതിയിലേക്ക് ഒത്തിരി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ നല്ല കഷ്ടപ്പാടൊക്കെ തന്നെയായിരിക്കും നമുക്കിതൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്താണ് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഒരു 10-12 കോളുകളൊക്കെ വിളിച്ചാലേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊരു ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ക്ലാസ് ഇത്തരത്തിലാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ PPT നമുക്ക് ആർക്കും ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ഇപ്പൊ വേറെ ആളുടെ PPT വെച്ച് നമുക്ക് അതേപോലെ ചെയ്യാനാണെങ്കിൽ അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. ഇപ്പൊ ആദ്യകാലത്ത് ഞാൻ ഷാൽ സാറിന്റെ ഒക്കെ ഒരു PPT ഒക്കെ ചെയ്യുമ്പോൾ സാർ ഇച്ചിരി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടൊക്കെയാണ് നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്നത്. ഒരു ടീച്ചറൊക്കെ പഠിപ്പിക്കുന്ന പോലെയൊക്കെ ഒരു തിയറി ഒക്കെ പറയുന്ന രീതിയിൽ. പക്ഷെ അതെനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ അത് എന്റേതായ രീതിയിലൊക്കെ മാറ്റം വരുത്തി. അപ്പൊ എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ. ഇപ്പൊ ചില പിക്ചർ ഒക്കെ ഇടുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ അത് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന PPT സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് നന്നായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. നല്ല പ്രിപ്പറേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പൊ ഏത് കാര്യങ്ങളും ഒരു 10 മിനിറ്റ് സംസാരിക്കാനായാലും നമ്മൾ ഒരു പ്രിപ്പറേഷൻ എടുക്കേണ്ടതാണ്. അപ്പൊ അത് നമ്മൾ പ്രിപ്പറേഷൻ നമ്മൾ വിട്ടുപോകരുത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് കുറെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രീതിയിലൊക്കെ പറയാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു PPT നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മളുടെ കരിയർ ജ്വാല എന്നുള്ള സംഭവം വേണം, നമ്മുടെ എക്സ്ചേഞ്ച് വേണം, അത് സ്കൂൾ എവിടെയാണ്, ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ PPT-ക്കകത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അതിപ്പോ ഈ രീതിയിൽ അവരവരുടെ ഒരു രീതിക്കനുസരിച്ച് അവരവർക്ക് നമുക്കിത് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ശരിക്കും 1-2 കാര്യങ്ങൾ മാത്രം വിശദീകരിച്ച് പറയാം. ഒരു ക്ലാസ് എങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പൊ എല്ലാവരോടും സംസാരിക്കുന്ന രീതിയിലാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ഒരു ക്ലാസ് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതിന്റെ ഇൻഫർമേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ടോപ്പിക് ഇടുന്ന കരിയർ പ്ലാനിങ് ആൻഡ് കരിയർ ആഫ്റ്റർ SLC എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഒരു മാക്സിമം 1.5 മണിക്കൂർ നീണ്ടിരിക്കുക, അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂർ നിൽക്കുക എന്നുള്ളതാണ് ഒരു ദൈർഘ്യം. നമുക്കിത് തീരത്തില്ല, അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ 2 മണിക്കൂറിനകത്ത് നിർത്താനാണ് ശ്രദ്ധിക്കുക. എന്നാലേ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കത്തു. പക്ഷെ അതിനകത്ത് ഒരു ഘടന ഉണ്ടാവണം. നമ്മുടെ കരിയർ ക്ലാസ്സിന് നമുക്കൊരു ഘടന ഉണ്ടാവണം. അപ്പൊ അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് കരിയർ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഒരു കരിയർ അവയർനെസ്സും കാര്യങ്ങളൊക്കെ, ഇത് നമ്മളുടെ ഒരിടത്തും ഒരു കരിയർ കൗൺസിലർമാരും ക്ലാസ് എടുക്കാൻ വരുമ്പോൾ പറയാത്തൊരു കാര്യമാണ് കരിയർ പ്ലാനിങ്, എങ്ങനെ കരിയർ പ്ലാനിങ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കണം. നമുക്ക് 10ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ് ഒക്കെയാണ് കരിയർ പ്ലാനിങ്ങിന് കൂടുതൽ സമയം നമുക്ക് എടുക്കാം. പക്ഷെ +2 ഒക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഇൻഫർമേഷൻ കൂടുതലാകുമ്പോൾ നമുക്ക് ആ കരിയർ പ്ലാനിങ് ഒക്കെ ഒന്ന് കുറച്ച് കൊടുക്കും. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വരെയൊക്കെ നമുക്ക് കരിയർ പ്ലാനിങ്ങിനെ പറ്റിയിട്ട് പറയാം. ബാക്കിയുള്ള 1.5 മണിക്കൂറാണ് നമ്മൾ കണ്ടന്റുകൾ പറയേണ്ടത്. അവസാന ഭാഗത്തിൽ നമുക്ക് തൊഴിലവസരങ്ങളെ പറ്റിയിട്ടും പറയാനായിട്ട് സാധിക്കണം. പിന്നെ ഒരു അരമണിക്കൂർ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കാം. പക്ഷെ ഈ സംശയങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, സംശയങ്ങൾ പറയാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസം എന്നാണ്. സംശയങ്ങൾക്ക് മറുപടി പറയാന്നുള്ളത്. PPT ക്ലാസ് എടുത്ത ക്ലാസ് കഴിഞ്ഞു, വേറെ പ്രശ്നമില്ല. സംശയങ്ങൾക്ക് മറുപടി പറയുമ്പോഴാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളികളൊക്കെ നേരിടുന്നത്. അപ്പൊ അതിനകത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 80% സംശയങ്ങൾ എല്ലാ സ്കൂളിലും സെയിം ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ 1-2 ക്ലാസ് ഒക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് വളരെ ഈസി. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഞാൻ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ തുടർന്നുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഫോൺ ഒന്ന് ചെറുതായിട്ട് മാറ്റിക്കോട്ടെ. പ്രശ്നം
പറഞ്ഞോളെ, കേൾക്കുന്നില്ല. ഹലോ സാറേ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഉണ്ട് ഉണ്ട്. ഫോണൊന്ന് മാറി. കേൾക്കാമല്ലോ സാർ? ഓക്കെ. ഹലോ ഹലോ. കേൾക്കാം. ക്ലിയർ ആക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് എന്റേതായ ഞാൻ ഇത് നമ്മൾ സ്ലൈഡ് കുറച്ചുകൂടെ കുട്ടികൾക്ക് ആകർഷകമായി കാണുന്ന രീതിയിലേക്ക് എന്താണ് നിങ്ങളുടെ 10ാം ക്ലാസ്സിന് ശേഷമുള്ള ഒരു പരിപാടി അവരോട് ചോദിക്കണം. അപ്പം ശരിക്കും പല കുട്ടികൾക്കും ഒരു ധാരണയില്ല. ഇപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് SLC-ക്കാർക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം. ഇപ്പൊ എല്ലാവരും ധരിക്കുന്നത് നമ്മൾ +2 കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ SLC-ക്ക് പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. SLC-ക്ക് ശേഷം നമ്മൾ വിഷയങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട്. നമ്മൾ 10 വിഷയമാണ് SLC-ക്ക് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ +1-ലേക്ക് വരുമ്പോൾ സയൻസ് എടുക്കുന്നവർക്ക് സോഷ്യൽ സയൻസ് പഠിക്കേണ്ടി വരത്തില്ല, ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർക്ക് സയൻസ് പഠിക്കേണ്ടി വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ് SLC എന്ന് പറയുന്നത്. അപ്പൊ SLC-ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ SLC എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ത്തിന്റെ അടിസ്ഥാന
എന്ന് പറയുന്നത് നമ്മളുടെ SLC ആണ്. നമ്മൾ എല്ലാ വിഷയങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ SLCയിലൊക്കെ അത്യാവശ്യം നല്ല മാർക്കൊക്കെ മേടിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഭാവിയിൽ ഏത് മേഖലയിൽ ചെന്നാലും വിജയിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ അറിവുകളും ലഭിക്കുന്നത് SLCയുടെ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും SLC ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മൾ 10ാം ക്ലാസ് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇപ്പൊ ഫുൾ A+ മേടിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഇതാണ്. ഫുൾ A+ ഒന്നും വലിയ കാര്യമില്ല. അപ്പം നമ്മള് എന്താണ് മനസ്സിലാക്കി പഠിക്കുന്നതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് അറിയുന്നതിലാണ് കാര്യം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ച് പല ആൾക്കാർക്കും നമുക്ക് A+ നേടാറുണ്ട്. പക്ഷെ അവര് തുടർന്ന് എവിടെ എത്തുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം. 10ാം ക്ലാസ് നല്ല മാർക്കൊക്കെ മേടിച്ച് പാസ്സാകും. അപ്പൊ നമുക്ക് +1 അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് നേടിയെങ്കിലേ മാത്രമേ +1 നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് സയൻസ് പോലുള്ള വിഷയങ്ങളിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ +1 നല്ല മാർക്കൊക്കെ മേടിക്കണം. അപ്പൊ അതാണ് നമ്മൾ മാർക്ക് കൂടുതൽ മേടിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം. അല്ല നമ്മൾ ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയി അതുകൊണ്ട് ഞാൻ മോശപ്പെട്ടവനാണ് എന്നും നമ്മൾ കരുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള പഠിക്കാനുള്ള കഴിവാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ കഴിവിനനുസരിച്ചിട്ടുള്ള താല്പര്യം അനുസരിച്ചിട്ടുള്ള മേഖലയിലാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പം SLCക്ക് ശേഷം ഒരു കോഴ്സ് എടുക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന +1 അല്ലെങ്കിൽ VHSCക്ക് അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന് ശേഷം എടുക്കുന്ന ഒരു സബ്ജക്റ്റിന്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഭാവിയിലെ ഉപരിപഠന സാധ്യതകൾ ഇരിക്കുന്നത്. നമ്മൾ ഏത് മേഖലയിൽ എത്തിപ്പെടണം എന്നുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ SLCക്ക് നമ്മൾ തീരുമാനിക്കണം നമ്മൾ ഏത് വിഷയമാണ് എടുക്കുന്നത്. ഇപ്പൊ സയൻസിനൊക്കെ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാകാനായിട്ട് കഴിയണം. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് തുടങ്ങണം. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ, അപ്പൊ നമ്മൾ ഇതിനെല്ലാം തുല്യമായിട്ടുള്ള പ്രാധാന്യം. ഇപ്പൊ സയൻസ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാ മേഖലയിലേക്കും പോകാൻ പറ്റും. ഇപ്പൊ കൊമേഴ്സിന്റെ മേഖലയിൽ, ഹ്യൂമാനിറ്റീസിന്റെ മേഖലയിൽ എല്ലാം പോകാനായിട്ട്. അതേസമയം കൊമേഴ്സ് ഹ്യൂമാനിറ്റീസുകാർക്ക് സയൻസിന്റേതായിട്ടുള്ള മേഖലയിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പൊ പല കുട്ടികളും നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ നേഴ്സിംഗിന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മാർക്ക് കുറഞ്ഞു വേണ്ടി കൊമേഴ്സിൽ അഡ്മിഷൻ കിട്ടി, അതുകൊണ്ട് നേഴ്സിംഗിന് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഹ്യൂമാനിറ്റീസ് പഠിക്കേണ്ടി വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് മേഖലയിൽ ചേരണം കോമ്പിനേഷനുള്ള വിഷയമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പൊ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, നേഴ്സിംഗ് തുടങ്ങിയിട്ടുള്ള മേഖലയിലേക്ക് പോകേണ്ട ആൾക്കാർ നമ്മൾ സയൻസ് വിഷയങ്ങൾ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സയൻസ് അതോടൊപ്പം തന്നെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എല്ലാ വിഷയത്തിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം. ഇപ്പൊ അവരവരുടെ താല്പര്യം അനുസരിച്ച് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഹ്യൂമാനിറ്റീസിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാള് സയൻസിന് ചേരണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ സയൻസ് എടുക്കുന്നവരെ സംബന്ധിച്ച് എല്ലാ മേഖലയിലേക്കും പോകാമെന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങളും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് നമ്മൾ +2 ശേഷം നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ ഇത് നമ്മൾ ഓരോരുത്തർക്ക് കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ അവരെ പരിചയപ്പെടുത്തുന്ന ഒരു സ്പീക്കറാണ്. അപ്പൊ ഇത് ഓരോന്നും ആയിട്ട് നമ്മൾ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇമേജസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുട്ടികൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അട്രാക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത മേഖലയിൽ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓരോ കുട്ടികൾക്കും ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്. അപ്പൊ അങ്ങനെ അവരവരുടെ കഴിവനുസരിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമേ അവര് ജീവിതത്തിൽ സക്സസ് ആകും, അല്ലെങ്കിൽ അവര് ആഗ്രഹിക്കുന്ന വലിയ ലക്ഷ്യങ്ങളിലേക്ക് അവർ എത്തിപ്പെടാൻ അവരവരുടെ കഴിവുള്ള മേഖലയിലേക്ക് പോകണം. ഇപ്പം ഈ ആദ്യം കാണുന്ന ഗുകേഷ് എന്ന് പറയുന്ന നല്ല നിങ്ങൾക്കറിയാം, ലോകത്തിലെ ചെസ് ചാമ്പ്യൻ ഉണ്ട്. ഗുകേഷിന്റെ ഒരു പഴയ യൂട്യൂബ് വീഡിയോ ഉണ്ട്. 13ാമത്തെ വയസ്സിൽ ഒരു ചെറിയ ചാമ്പ്യൻ ആയപ്പോ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കും ഭാവിയിൽ ആരാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഗുകേഷ് പറയുന്നത് എനിക്ക് ലോക ചാമ്പ്യനാണ്. അപ്പൊ അന്ന് നമുക്ക് ഗുകേഷിന് മുന്നിൽ ഉണ്ടായിരുന്ന ഏക വേൾഡ് ചാമ്പ്യൻ എന്ന് പറയുന്നത് വിശ്വനാഥനായിരുന്നു. പക്ഷെ 22ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ലോകത്തിലെ ചാമ്പ്യനാകാൻ വേണ്ടിയിട്ട് ഗുകേഷിന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെറുപ്പത്തിലെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ രൂപപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വലിയ വിജയങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നത്. ആദ്യം നമുക്ക് കരിയർ എന്താണ്, ജോബ് എന്താണ്. ഇപ്പൊ എല്ലാവരും നമ്മള് ചോദിക്കുന്ന ഇപ്പൊ ജോലി
ഇപ്പൊ ഒരു ജോലി പഠിക്കുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ജോലി വേണമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ക്ലാസ്സാണല്ലോ നോക്കുന്നത്. എന്താണ് ഈ കരിയറും ജോബും തമ്മിലുള്ള ഒരു വ്യത്യാസം? അപ്പൊ നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റെപ്പിലൂടെ കയറി പോകുന്നതിനെയാണ് നമ്മളൊരു കരിയർ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം നമ്മൾ അടുത്ത ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ഒരു ആളിന്റെ ഒരു കാല് കുടുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അതിന് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. ആ നിലയിലുള്ള ഒന്നിനെയാണ് നമ്മൾ വന്നത്. ഇത് തന്നെ നമുക്ക് കുറച്ചുകൂടെ വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വരുമാനം കിട്ടുന്ന ഏതൊന്നിനെയും നമുക്ക് ഒരു ജോലി എന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷെ കരിയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ചേർന്ന് വരുന്നുണ്ട്. നമുക്ക് എന്താണ് ഇത് കരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രിവൺ ബൈ പാഷൻ ആണ്. ഒരാളുടെ പാഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോട് ചേരുന്നതിനാണ് നമ്മൾ കരിയർ. ഇപ്പം മമ്മൂട്ടിയൊക്കെ പ്രൊഫഷൻ വെച്ച് നോക്കുമ്പോൾ പുള്ളി അഡ്വക്കേറ്റ് ആണ്. പക്ഷെ മമ്മൂട്ടിയുടെ കരിയർ എന്ന് പറയുമ്പോൾ സിനിമ അഭിനയം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പാഷൻ. പാഷൻ ആൻഡ് പർപ്പസോട് ചേരുന്നതിനെ എങ്ങനെയാണ് നമ്മൾ കരിയർ എന്ന് പറയുന്നത്. നമ്മൾ പാഷൻ ഉണ്ടാകും, അതിനൊരു പർപ്പസ് ഉണ്ടാകും. അപ്പൊ എനിക്ക് ജീവിതത്തിൽ നല്ലൊരു അഡ്വക്കേറ്റ് ആണ് അല്ലെങ്കിൽ നല്ല ഡോക്ടറാണ് എന്ന് പറയുന്ന നമുക്ക് പർപ്പസോടെ വരുമ്പോഴാണ് അതൊരു കരിയർ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് കുറെ കാര്യങ്ങളുടെ അതിനോട് ചേർന്ന് വരും. ഹാപ്പിനെസ് ഉണ്ടാവണം, ജീവിതത്തിൽ സെക്യൂരിറ്റി ഉണ്ടാവണം. ഇപ്പൊ സർക്കാർ ജീവനക്കാരൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ കോവിഡ് കാലഘട്ടത്തിലൊക്കെ അപ്പം തൊഴിലില്ലാതിരിക്കുന്ന സമയത്തും ശമ്പളം കിട്ടുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അത് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ആണ്. അപ്പൊ ഏത് പ്രതിസന്ധി കിട്ടുന്നതും ഒരാൾക്ക് അയാളുടെ കരിയർ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് അയാളെ സംബന്ധിച്ച് ഒരു സെക്യൂരിറ്റി. അതിന് ഒരു സർക്കാർ ജോലിയെന്നോ മറ്റെന്തെങ്കിലും ജോലിയെന്നോ വ്യത്യാസമില്ല. അതിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ നോക്കി ഒരു കോൺട്രാക്ടറൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മള് ഒരു വീട് പണിയാൻ തുടങ്ങുമ്പം അപ്പൊ അതിനകത്ത് ഏറ്റവും മികച്ച കഴിവുള്ള ഒരാളെ ആയിരിക്കും നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പൊ അയാളെ സംബന്ധിച്ച് എല്ലാ കാലത്തും നന്നായിട്ട് ജോലി ചെയ്യാൻ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാ കാലത്തും അയാൾക്ക് ജോലിയുണ്ട്. അപ്പൊ അതാണ് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി. പിന്നെ നമുക്കൊരു വരുമാനം കിട്ടുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിത നിലവാരം ഉയരണം, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് മെച്ചപ്പെടണം, അതോടൊപ്പം തന്നെ എന്താണ് ഡെവലപ്മെന്റ് ഉണ്ടാവണം. ഒരു പടിപടിയായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്. ഇപ്പൊ ഒരാൾ എല്ലാ കാലത്തും ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഒരാൾ ഒരു കടയിലെ സെയിൽസ്മാൻ ആയിട്ട് എല്ലാ കാലത്തും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് അതൊരു ജോലി മാത്രമാണ്, എന്തല്ല ഒരു കരിയറല്ല. അപ്പൊ അങ്ങനെ അയാൾക്ക് പടിപടിയായിട്ട് എന്തുണ്ടാവണം, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളൊരു കരിയർ എന്ന് പറയുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ഇതൊരു ലൈഫ് ലോങ് ജേണിയാണ്. ഇതെല്ലാം നമുക്ക് ചേർന്ന് വരുമ്പോഴാണ് അതിനൊരു കരിയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ കരിയർ പ്ലാനിങ് ചെയ്യുന്നത്? ഇപ്പൊ കരിയർ വിദഗ്ധർ പറയുന്നത് 15-ാമത്തെ വയസ്സിലെങ്കിലും നമ്മൾ കരിയർ പ്ലാനിങ് ആരംഭിക്കണം എന്നാണ് പറയുന്നത്. കരിയർ വിദഗ്ധർ എന്തുകൊണ്ട് കരിയർ പ്ലാനിങ് ആരംഭിക്കണം? പണ്ടൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. നമ്മൾ എന്തിനും നമുക്ക് എന്താണ് ഒരു പ്ലാൻ ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മുടെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിൽ മാർക്കറ്റ് മാറ്റം വരുന്നു. അതോടൊപ്പം തന്നെ ജിയോ എക്കണോമിക് ഫ്രാഗ്മെന്റേഷൻ, ഗ്രീൻ ട്രാൻസിഷൻ, ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്, എക്കണോമിക് അൺസർട്ടനിറ്റി തുടങ്ങിയിട്ടുള്ള കാരണങ്ങളാല് നമ്മുടെ എംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ വളരെയധികം മാറ്റങ്ങൾ. ഇപ്പൊ ഇത് പറയുന്നത് വേൾഡ് എക്കണോമിക് ഫോറമാണ്. ഇത്തരം പ്രത്യേകതകൾ അനുസരിച്ചിട്ട് ഇപ്പം ഇതിനെ പറ്റിയിട്ട് നമുക്ക് കുറെ കൂടെ ഒക്കെ വിശദീകരിച്ച് പറയാൻ പറ്റും. പക്ഷെ അതിനൊന്നും സമയക്കുറവായിട്ട് നമുക്ക് അതിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇത്തരം ടെക്നോളജിക്ക് അഡ്വാൻസ്മെന്റ് ഇവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ AI പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എംപ്ലോയ്മെന്റ് മാർക്കറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എംപ്ലോയ്മെന്റ് മാർക്കറ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ തൊഴിലുകൾ കണ്ടെത്തേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റും പണ്ട് വളരെ ചുരുക്കം പറഞ്ഞ കരിയർ ചോയ്സുകളൊക്കെ ഉള്ളായിരുന്നു, പോകാന് അധികം കോഴ്സുകളിൽ. പക്ഷെ എന്നാൽ ഇന്ന് തന്നെ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കാം. പണ്ടൊരു കമ്പ്യൂട്ടർ സയൻസ് ഉള്ളെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ഡേറ്റാ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI തുടങ്ങിയിട്ടുള്ള ധാരാളം ചോയ്സ് നമ്മളുടെ മുന്നിലുണ്ട്. അപ്പം നമ്മൾ കൂടുതൽ ചോയ്സ് വരുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ ഒരു സംശയം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പണ്ട് ഇപ്പൊ ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ. അപ്പൊ ലോകമാകെയുള്ള അവസരങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അവിടെ പോകാനായിട്ട് സാധിക്കും. പണ്ട് തിരുവനന്തപുരം ഒക്കെ വരെ പോയി ഒരു കോഴ്സ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും ദൂരം കൂടുതലായിട്ട് പോകാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, അമേരിക്ക വരെ പോയി പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മകൾ ഉണ്ടാകുന്നത് ശരിയായിട്ടുള്ള കരിയർ അവർ തിരഞ്ഞെടുക്കാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത നിലവാരമൊക്കെ ഉയർന്നതോടുകൂടി
നമുക്ക് കൂടുതൽ ലോണൊക്കെ എടുത്ത് കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ അവസരങ്ങൾ, നമുക്കൊരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് നമുക്ക് എപ്പോഴും നമ്മുടെ മുന്നിൽ. അപ്പൊ ഇവിടെയാണ് നമ്മൾ കരിയർ പ്ലാനിങ് ചെയ്യണമെന്ന് പറയുന്നത്. കൃത്യമായിട്ട് കരിയർ പ്ലാനിങ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇത് ഋതുപർണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഇപ്പൊ ഈ പെൺകുട്ടി ഒരുപക്ഷെ നിങ്ങളൊക്കെ ഈ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ കുട്ടി നീറ്റിന്റെ പരീക്ഷ എഴുതി തോറ്റുപോയ ഒരാളാണ്. അപ്പൊ ചെറുപ്പത്തിൽ റോബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഈ കുട്ടി നീറ്റ് ഫെയിൽ ആയിട്ട് ഇപ്പൊ ഒരു എഞ്ചിനീയറിംഗിന് ചേർന്ന് എഞ്ചിനീയറിംഗിന്റെ ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കിന് 72 ലക്ഷം രൂപ വാർഷിക ശമ്പളത്തിൽ റോൾസ് റോയ്സ് കമ്പനിയിലേക്ക് ജോലി കിട്ടും. അപ്പൊ ഈ കുട്ടി ഒരു നീറ്റ് എഴുതി ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു നല്ല ഡോക്ടർ ആവാൻ ഈ കുട്ടിക്ക് സാധിക്കത്തില്ല. അതോടൊപ്പം തന്നെ കിട്ടുന്ന സാലറി എത്രയായിരിക്കും? ഒരു ഡോക്ടറൊക്കെ MBBS കഴിഞ്ഞ ഒരാൾക്ക് മാക്സിമം ഒരു പക്ഷേ കിട്ടാൻ പോകുന്ന ഒരു സാലറി എന്ന് പറയുന്നത് ഒരു പക്ഷേ 20 ലക്ഷം രൂപയായിരിക്കും. പക്ഷെ ഈ കുട്ടിക്ക് 72 ലക്ഷം രൂപ വാർഷിക ശമ്പളത്തിൽ എന്താണ് ജോലി കിട്ടി. അപ്പൊ ഇത് തന്നെയാണ് കരിയർ പ്ലാനിങ്ങിന്റെ ഒരു പ്രാധാന്യം നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളുടെ കരിയർ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ കഴിവുള്ള മേഖലയിൽ നമ്മൾ പോകുമ്പോഴാണ് ഏറ്റവും അധികം സാലറി നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് സക്സസ് ആവാനും കഴിയുന്നത് നമ്മളുടെ കഴിവിനനുസരിച്ച് പോകുമ്പോഴാണ്. ഇപ്പം പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നീറ്റ് പോലുള്ള പരീക്ഷ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുക്കുന്നത് നമ്മളുടെ ഒരു ചോയ്സ് അല്ല, നമ്മൾ രക്ഷകർത്താക്കളും ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലാണ് നമ്മൾ ഈ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തൊഴിലില്ലായ്മ ഒക്കെ കൂടുന്നത്. ഇത് നല്ലൊരു കരിയർ പ്ലാനിങ്ങിന്റെ ഒരു മോഡലായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് കരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഒരാളുടെ കഴിവിനനുസരിച്ചുള്ള മേഖലയിൽ പോകുമ്പോഴാണ് അയാൾക്ക് കൂടുതൽ സാലറി, അതോടൊപ്പം തന്നെ നല്ല സക്സസും ഉണ്ടാവുന്നത്. ഇതിപ്പോ കരിയർ സ്റ്റേജ് മോഡൽ എന്ന് പറയുന്ന ഒരു ഇതാണ്. നമുക്ക് ഏജിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിപ്പം ഡോക്ടർ ഷാൾ 1976 ഇൻവെന്റ് ചെയ്ത ഒരു സ്റ്റേജ് മോഡലാണ്. ഒരു വ്യക്തി മിനിമം 15-ാമത്തെ വയസ്സിൽ ഇംഗ്ലീഷ് കരിയർ പ്ലാനിങ് ആരംഭിക്കണമെന്നാണ് ഇത് പറയുന്നത്. ഇപ്പൊ ഇയാളുടെ 15 മുതൽ 25 വയസ്സ് വരെയുള്ള പീരീഡ് എന്ന് പറയുന്നത് ഇയാളുടെ എക്സ്പ്ലോറേഷൻ പീരീഡ് ആണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആണ് ഈ കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്ന ആള് അയാളുടെ വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ പരിശീലന, ആദ്യ ജോലി നേടേണ്ട പ്രായം 25 വയസ്സിനകത്ത് ഇദ്ദേഹം പൂർത്തീകരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പൂർത്തീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 25 മുതൽ 45 വയസ്സ് വരെയുള്ള അയാളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് അഡ്വാൻസ്മെന്റ് സ്റ്റേജ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പീരീഡാണ് ഇയാളുടെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് ഇയാളുടെ ജീവിതത്തിലെ ഏറ്റവും അധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നത്, ഇയാളുടെ കരിയറിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ പുതിയ കമ്പനിയിലേക്ക് മാറുന്നത്, ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ തന്നെ ഇയാൾ ഒത്തിരി വെല്ലുവിളികളൊക്കെ നേരിടുന്ന ഒരു സമയമായിരിക്കും. ഇയാളുടെ കൂടുതൽ ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സമയമായിരിക്കും. ഇത് ശരിയായിട്ട് 15-ാമത്തെ വയസ്സിൽ കരിയർ പ്ലാനിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഇയാൾക്ക് ഒരു 45-ാമത്തെ വയസ്സിലൊക്കെ ആകുമ്പോഴത്തേക്കും ഇയാളുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതാണ് ഈ കരിയർ സ്റ്റേജ് മോഡൽ തിയറി പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് എടുത്താൽ തന്നെ അറിയാം, പലതരത്തിലുള്ള ഇപ്പോഴത്തെ മുൻനിര കമ്പനികളുടെ എല്ലാം കോർപ്പറേറ്റ് അവരുടെയൊക്കെ ഒരു ഏജ് 45-50 വയസ്സൊക്കെയാണ്. അവരുടെ സിഇഒമാരുടെയൊക്കെ ഏജ് എന്ന് പറയുന്നത് അവരായിട്ടുള്ളത് ആ ഒരു വയസ്സിലൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുശേഷം നമ്മൾ ശരിയായിട്ട് കരിയർ പ്ലാനിങ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഇത്തരത്തിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് ജീവിതകാലം മുഴുവൻ ഉയർച്ചകളായിരിക്കും. ചില ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ചില ആൾക്കാർ ഒരു 45 വയസ്സ് കഴിഞ്ഞ് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ നേടിയിട്ടുള്ള അവസ്ഥയെ അയാൾ നിലനിർത്തി പോകുന്ന ഒരവസ്ഥയായിരിക്കും. എന്നിട്ട് ഒരു 65 വയസ്സൊക്കെ കഴിയുമ്പോൾ അയാൾ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. പക്ഷെ അതേസമയം ശരിയായിട്ട് കരിയർ പ്ലാനിങ് ചെയ്തില്ല, നമ്മൾ ഇത് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഉയരത്തിൽ എത്തേണ്ട ഒരു കാലഘട്ടത്തില് അയാൾ തകർച്ചയിലേക്ക് പോകും. അപ്പൊ ഇത് അവരുടെ പ്രായത്തിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് മോഡലായിട്ട് നമുക്ക് ഇത് കാണിക്കാം. ഇതെല്ലാം നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് പറയാൻ എന്താണ് കുട്ടികൾക്ക് പറയാനുള്ള സമയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം സ്ലൈഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാം. ആവശ്യമുള്ളത് ഒഴിവാക്കിയും കൂട്ടിച്ചേർത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ കരിയർ രണ്ട് തരത്തിലാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. കരിയർ ബൈ ചാൻസും കരിയർ ബൈ ചോയ്സും. ഇപ്പൊ കരിയർ ബൈ ചാൻസ് എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇൻഫർമേഷന്റെ കുറവുണ്ട്, ഏത് മേഖലയിലേക്ക് പോകണമെന്ന് അറിയത്തില്ല. പിന്നെ അവരുടെ ഫ്രണ്ട്സ് നമ്മളെ സ്വാധീനിക്കാറുണ്ട്, ഫ്രണ്ട്സ് സ്വാധീനിക്കും. ഇപ്പൊ കൂടുതൽ ആൾക്കാർ, ഇപ്പൊ എന്റെ കൂട്ടുകാരൻ ബാംഗ്ലൂർ പോയി പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കൂടെ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ കൂടെ പോകുന്ന ആൾക്കാർക്ക് എന്ത് കിട്ടത്തില്ല? ജോലി കിട്ടത്തില്ല. അവന് ചിലപ്പോൾ ജോലി കിട്ടും.
പിന്നെ അതോടൊപ്പം തന്നെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും കോഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും യൂണിവേഴ്സിറ്റി പോയി കാനഡയിലൊക്കെ പോയി സക്സസ് ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ രക്ഷകർത്താക്കളൊക്കെ പറയും അവനെ പോലെ നമുക്ക് പോകാനൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ മറ്റൊന്ന് പരസ്യങ്ങളാണ്. മനസ്സിലാക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലും പത്രത്തിലും ടിവിയിലെല്ലാം ഭയങ്കര പരസ്യങ്ങളാണ്. നമ്മൾ പരസ്യത്തില് ഒത്തിരി പേര് വീണ് പോകാറുണ്ട്. നല്ല സ്ഥാപനങ്ങളൊന്നും പരസ്യം ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ പല ACC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സുകളൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെയല്ലേ. പക്ഷെ അവിടെ നമ്മൾ ആ കോഴ്സിനോട് താല്പര്യമില്ല, ബൈ ചാൻസിൽ ഇങ്ങനെ ഒരു എടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തൊഴിൽ കിട്ടുന്നത്. കുറച്ച് പേർക്കൊക്കെ തൊഴിൽ കിട്ടും, പക്ഷെ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും തൊഴിൽ കിട്ടത്തില്ല. പിന്നെ മറ്റൊന്ന് ക്യാൻവാസിംഗ് ആണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ വിദേശത്ത് പോകാനുള്ള ഏജൻസികളുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ നേഴ്സിംഗിനും മറ്റു കോഴ്സുകളും ഒക്കെ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ക്യാൻവാസിംഗ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. പിന്നെ ട്രെൻഡ്സുകളുണ്ട്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ വിദേശത്ത് പോവാന്ന് പറയുന്ന ഒരു ട്രെൻഡാണ്. അതോടൊപ്പം തന്നെ നമ്മള് നേഴ്സിംഗിന് പോവുക, ഇതൊക്കെ ഒരു ട്രെൻഡാണ്. അപ്പൊ ഇത് ഓരോ കാലഘട്ടത്തിലും ഓരോരോ ട്രെൻഡുകൾ ഉണ്ടാവും. അപ്പൊ ഈ ട്രെൻഡിന്റെ ഇപ്പൊ AI പോലെയുള്ള കോഴ്സുകൾ ചെയ്യുക, ഡാറ്റ സയൻസ് ഒക്കെ ചെയ്യുക, അതൊക്കെ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് എല്ലാവരും പോയി ചെയ്യും. ഇതെല്ലാം ഒരു കരിയർ ബൈ ചാൻസ് എന്ന് പറയും. പിന്നെ അതോടൊപ്പം തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം SC ST പോലെയുള്ള വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് ചില നമുക്ക് വേറെ ദൂരേക്കും പോയി പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സോഷ്യൽ ഫാക്ടേഴ്സ് വെച്ചിട്ട് ചില ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു കരിയറിലേക്ക് നമ്മൾ എത്തിച്ചേരാം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് ടീച്ചേഴ്സ്. ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പറയും, ഇപ്പം ഫിസിക്സോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ കണ്ട് കുറെ കുട്ടികൾ എന്താണ് കുറെ കോഴ്സിനൊക്കെ നമ്മൾ ചെയ്തും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് നമ്മുടെ പേരൻസ് തന്നെയാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട നമ്മുടെ ഒരു കരിയർ സെലക്ഷനിൽ നമ്മളെ സ്വാധീനിക്കുന്ന കുറെ ആൾക്കാരാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ നമുക്ക് പേരൻസിന് രക്ഷകർത്താക്കൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാകും, പിന്നെ എന്താണ് നമ്മുടെ കുട്ടി ഒരു മേഖലയിലേക്ക് എത്തിച്ചേർക്കണം. അപ്പൊ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പലപ്പോഴും അവർക്ക് ജീവിതകാലത്ത് ചെറുപ്പകാലത്ത് ആകാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ട് നിർബന്ധിക്കുമ്പോഴൊക്കെ പലപ്പോഴും എന്താണ് ശരിയായ ഒരു കരിയറിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരുന്നത്. ഇപ്പൊ നമ്മളുടെ ഇപ്പൊ എഞ്ചിനീയറിംഗ് കൂടുതൽ കുട്ടികൾ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്യുന്ന ഇത്തരത്തില് പേരൻസിന്റെ നിർബന്ധം കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഫുൾ A+ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്താണ് നീറ്റ് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഓപ്ഷനാണ് ഇപ്പൊ രക്ഷകർത്താക്കളുടെ മുന്നിൽ. അപ്പൊ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അറിവുള്ള ആൾക്കാരെ കരിയർ കൗൺസിലേഴ്സിനെ കൊണ്ടോ അല്ലെങ്കിൽ സ്കൂളിലെ അറിയാവുന്ന അധ്യാപകരെയൊക്കെ കൊണ്ടൊക്കെ പേരൻസിനെ നമ്മളുടെ കഴിവും നമ്മളുടെ താല്പര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളുടെ ശരിയായ കരിയറിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നില എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ ട്രെൻഡ് വിദേശത്തൊക്കെ പോകാനൊക്കെ ഭയങ്കര ചെലവാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളവിടെ ജീവിക്കാൻ വേറെ ചെലവ് വേണ്ടി വരും. ഇപ്പൊ നമ്മള് ഡയറക്റ്റ് നമ്മള് എന്ത് ചെയ്യണമെന്നില്ല, +2 കഴിഞ്ഞിട്ട് നേരെ വിദേശത്തൊക്കെ പോയി ഡിഗ്രി ചെയ്യണമെന്നില്ല. പല കുട്ടികളും പലപ്പോഴും നിലവാരം കുറഞ്ഞ എന്താണ് കോളേജിലൊക്കെയാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്രവാർത്തയാണ് ഇതോടൊപ്പം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പൊ പ്രധാനമായിട്ട് ക്യാൻവാസിംഗ് ഭാഗമായിട്ടൊക്കെയാണ് വിദേശത്തൊക്കെ പോകുന്നത്. പലപ്പോഴും അവിടുത്തെ ഡിമാൻഡിങ് കുറഞ്ഞിട്ടുള്ള കോഴ്സുകളിലൊക്കെ ആയിരിക്കും പലപ്പോഴും കുട്ടികൾക്കൊക്കെ അഡ്മിഷൻ. പിന്നെ അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സാമൂഹിക രീതികളൊക്കെ ഭയങ്കര കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ലോകമാകെയൊക്കെ നടക്കുന്നതാണ്. അപ്പൊ ഡയറക്റ്റ് നമ്മൾ ഒരു ഡിഗ്രിയൊക്കെ പോകണമെന്ന് ഇല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് സ്കോളർഷിപ്പോട് കൂടിയൊക്കെ വിദേശത്ത് പോവാം. അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ നേടി വിദേശത്തേക്ക് പോകും. വിദേശത്ത് പോകുന്നത് മോശമായിട്ടുള്ള കാര്യമല്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ ആയിട്ട് വിദേശത്ത് പോകുന്നത് നല്ലതൊക്കെ തന്നെയാണ്. നമ്മൾ പല സംസ്കാരങ്ങളൊക്കെ അറിയാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇങ്ങനെ കടമൊക്കെ എടുത്ത് വലിയ തുക കടമൊക്കെ എടുത്ത് നമ്മൾ വിദേശത്തേക്ക് പോകുന്നത് നല്ല രീതിയല്ല. അപ്പൊ നമുക്ക് അതിന് പോകാൻ പറ്റുന്ന മറ്റൊട്ടനവധി സംവിധാനമുണ്ട്. നമ്മുടെ പല നല്ല യൂണിവേഴ്സിറ്റികളും വിദേശത്തെ പല സർവകലാശാലകളിലും ടൈപ്പ് ചെയ്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നല്ല സ്ഥാപനങ്ങളിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പഠിക്കാനൊക്കെ എടുത്തു. അപ്പൊ ഇതെല്ലാം ഒരു ബൈ ചാൻസിൽ നമ്മൾ ഒരു കരിയറിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യങ്ങളാണ്. ഇപ്പം എങ്ങനെയാണ് നമ്മളൊരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പാഷൻ
ആയിരിക്കണം നമുക്ക് ഒരു കോഴ്സ് അല്ലെങ്കിൽ ജോലി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ പാഠപുസ്തകത്തിന് പുറത്ത് നമ്മൾ അന്വേഷിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം പഠിച്ചിട്ട് നമ്മൾ കൂടുതൽ മാർക്ക് മേടിക്കുന്നത് ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയിരിക്കാം. പിന്നെ നമ്മൾ ആരും നിർബന്ധിക്കാതെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ പാഷന്റെ ഭാഗമായിട്ടാണ്. നമ്മളിപ്പോ ചില കുട്ടികൾ ഡാൻസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പാട്ട് പാടുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്താണ് ഒരാളുടെ പാഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്. നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്താണ് ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പാഷൻ. ഒരു കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കൊണ്ട് മാത്രം ഒരു പക്ഷേ ആ കോഴ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റണമെന്നില്ല. ആ കുട്ടിക്ക് അഭിരുചിയാണ്. ഇപ്പൊ നന്നായിട്ട് പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ട്, ആ കുട്ടിക്ക് പാട്ട് പാടാനുള്ള കഴിവ് ചിലപ്പോൾ കാണത്തില്ല, ആപ്റ്റിറ്റ്യൂഡ്. ഇപ്പം എഞ്ചിനീയറിംഗിന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, കണക്കിൽ നല്ല സ്കിൽ ഉണ്ടാവണം, ഫിസിക്സ് നന്നായിട്ട് പഠിക്കാൻ പറ്റണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഓരോ ജോലിക്കും ഓരോ തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ഈ ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടോ എന്ന് നോക്കണം. പ്രധാനമായിട്ട് ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും ചേർന്ന് വരുമ്പോഴാണ് നമ്മളൊരു ശരിയായിട്ടുള്ള കരിയർ സെലക്ഷൻ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കുട്ടിയുടെ പഠന ലേണിംഗ് എബിലിറ്റി എന്നൊക്കെ പറയുന്നത്. നമുക്ക് എത്രത്തോളം എല്ലാവർക്കും ഒരേപോലെ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ എല്ലാവർക്കും IIT പോയി പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ ലേണിംഗ് എബിലിറ്റി അനുസരിച്ച് ഇപ്പൊ നമുക്ക് എഞ്ചിനീയറിംഗ് തന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റത്തില്ല. അതിന് നല്ല റീസണിങ് സ്കില്ലും അനലിറ്റിക്കൽ സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ എഞ്ചിനീയറിംഗ് പോലെയുള്ള നന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരാൾക്ക് പറ്റത്തില്ല. പക്ഷെ അതേസമയം നമുക്ക് പോളിടെക്നിക് ആണെങ്കിൽ അത്രയില്ല. അവിടെ 50% തിയറി, 50% പ്രാക്ടിക്കൽ. അപ്പൊ ഒരാളുടെ ലേണിംഗ് എബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് അത് അല്ലെങ്കിൽ പോളിടെക്നിക്കിന് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പൊ IT പോലെയുള്ള കോഴ്സിന് ഇപ്പൊ അവിടെ 70% തിയറി, 30% തിയറിയും 70% പ്രാക്ടിക്കലുമാണ്. അപ്പൊ അങ്ങനെയുള്ള അവസരത്തിൽ ഇപ്പൊ ഒത്തിരി പഠിക്കാനൊക്കെ കഴിവില്ലാത്ത ഒരാളെ നമുക്ക് എന്താണ് IT-യിലേക്ക് പറയണം. അപ്പൊ ഇത് ഒരാളുടെ പഠിക്കാനുള്ള കഴിവിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ പഠിക്കാനുള്ള കഴിവ് നമ്മൾ നോക്കണം. ഒരാളുടെ പേഴ്സണാലിറ്റി ടൈപ്പ്, ഓരോ ജോലിക്കും ഓരോ തരത്തിലുള്ള പേഴ്സണാലിറ്റി ടൈപ്പ് പറയും. ഇപ്പൊ ടീച്ചർ ആവാനൊരു പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ട്, പോലീസ് ആവാനുണ്ട്. അപ്പൊ അത് നമ്മുടെ ചോയ്സുമായിട്ട് നമ്മൾ ചേർന്ന് വരുന്നതാണെന്ന് നോക്കണം. പിന്നെ ഓരോ കുട്ടികൾക്കും പ്രത്യേകമായിട്ടുള്ള സ്കില്ലുകളുണ്ട്. ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവരായിരിക്കും, എഴുതാൻ കഴിവുള്ളവരായിരിക്കും, കണക്ക് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. ഇപ്പൊ ഇതൊരാളുടെ സ്കില്ലും സ്ട്രെങ്തും ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴാണ് ഒരു ശരിയായ കരിയർ ചോയ്സ് നമ്മൾ ആകുന്നത്. അതിനെയാണ് ഒരു കരിയർ ചോയ്സ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കോഴ്സിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അംഗീകാരം, അക്രഡിഷൻ ആൻഡ് റെപ്യൂട്ടേഷൻ നമ്മൾ നോക്കണം. സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ നോക്കണം. ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കാനാണെങ്കിൽ ഏറ്റവും നല്ല സ്ഥാപനം IIT ആണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇങ്ങനെ പല നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, അത് നമ്മൾ നോക്കണം. പിന്നെ ചില കോഴ്സിന് എല്ലാ കാലത്തും എന്താണ് UGC അല്ലെങ്കിൽ ഇതിന് അംഗീകാരം കൊടുക്കുന്ന സ്ഥാപനങ്ങളൊന്നും ചിലപ്പോൾ അംഗീകാരം കൊടുത്തെന്ന് വരത്തില്ല. അപ്പൊ അതിന് എന്താണ് അക്രഡിഷൻ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മള് കോഴ്സ് കണ്ടന്റ്, നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് നമ്മൾ പരിശോധിക്കണം. അപ്പൊ അത് ആ കുട്ടിയുടെ ഇൻട്രസ്റ്റുമായിട്ട് ചേർന്ന് വരുന്നുണ്ടോ എന്ന് നോക്കണം. പലപ്പോഴും ചില കുട്ടികൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ പഠിക്കാൻ പറ്റാത്ത കണ്ടന്റുകളാണ് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ കോഴ്സ് കണ്ടന്റും കരിക്കുലം ഒക്കെ നോക്കിയിട്ട് നമുക്ക് ചേരുന്നതാണോ എന്ന് നോക്കണം. പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വലിയ ചിലവുള്ള കോഴ്സിലൊന്നും പോയി ചെയ്തത് പെട്ടെന്ന് ജോലി കിട്ടുന്ന ആഗ്രഹമുണ്ടാണെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ചെയ്ത് ആ മേഖലയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കണം. പിന്നെ ചില കോഴ്സിന് ഭയങ്കര ചിലവായിരിക്കും. ഇപ്പൊ പൈലറ്റ് പോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കണമെങ്കിൽ നല്ല പൈസ, ഒരു 60 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ നമുക്ക് ചില പൈലറ്റ് കോഴ്സിന് പഠിക്കാനായിട്ട് വേണ്ടി, പൈലറ്റ് ആവുന്നതിന് വേണ്ടി. ഇത് ഓരോ കോഴ്സിനുണ്ട്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ആയാലും ഓരോ സ്ഥാപനത്തിലും പഠിക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നോക്കണം. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ എയ്ഡ്, ഇപ്പൊ സ്കോളർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണെന്നുള്ള ചില സ്ഥാപനങ്ങളൊക്കെ വരുന്നുണ്ട്, സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അവിടെ കിട്ടുന്നതാണോ എന്നുള്ളത് നോക്കണം. ഇപ്പൊ ഡ്യൂറേഷനും ഒക്കെ നമ്മൾ നോക്കണം. ഇപ്പൊ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫാമിലി പോലുള്ള കോഴ്സ് 6 വർഷമാണ് നമ്മൾ പഠിക്കുന്നത്. MBBS 5.5 വർഷം പഠിക്കും. PG ചെയ്യാനായിട്ട് വീണ്ടും ഒരു 3.5 വർഷം. അപ്പൊ ഇത്രയും ഡ്യൂറേഷനൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ആയിട്ടുള്ള സാഹചര്യം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ
ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് നോക്കണം. ചില കോഴ്സുകളൊക്കെ എടുത്ത് ഉപരിപഠന സാധ്യത, ഇപ്പൊ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ഡിഗ്രിക്ക് പല കുട്ടികളൊക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഉപരിപഠന സാധ്യതകളൊക്കെ കുറവായിരിക്കും. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ തന്നെ എന്താണ് കെമിസ്ട്രിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ലൈഫ് സയൻസ് വിഷയങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് PG ഫോറൻസിക് സയൻസ് MSc ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മള് എടുക്കുന്ന കോഴ്സിന് ഉപരിപഠന സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ നോക്കണം. ഇപ്പൊ ചില സ്പെഷ്യലൈസേഷൻ കോഴ്സുകളൊക്കെ ഉണ്ട്, സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ. ഇപ്പൊ AI ഡേറ്റ സയൻസ് പോലുള്ള സൈബർ ഫോറൻസിക്സ് എന്ന് പറയുന്ന കോഴ്സ് ഇപ്പൊ MG യൂണിവേഴ്സിറ്റിയിലേക്കാണ് സൈബർ ഫോറൻസിക് ഡിഗ്രി തലത്തിലുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപരിപഠന സാധ്യതകൾ ഭയങ്കര കുറവായിരിക്കും. അതേസമയം ഇപ്പൊ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ഒരാള് ഡിഗ്രിക്ക് PSc കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്തിട്ട് PG ഈ സൈബർ ഫോറൻസിക്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തൊഴിൽ സാധ്യതകളും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഉപരിപഠന സാധ്യതകളും ഉണ്ടാവും. അപ്പൊ നമ്മൾ എത്രത്തോളം എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് എത്രയൊക്കെ ഉണ്ട് നോക്കണം. പിന്നെ ഓരോ സ്ഥാപനങ്ങളിലും പഠിക്കാനുള്ള അന്തരീക്ഷം എങ്ങനെയുണ്ട്, അതിന്റെ സപ്പോർട്ട് സർവീസ്, അവിടുത്തെ ഫാക്കൽറ്റികൾ എത്രത്തോളം സപ്പോർട്ടാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ എംപ്ലോയ്മെന്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം. ഒരു കോഴ്സ് എടുക്കുന്നതിന് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പൊ തന്നെ ആശുപത്രിയിലെ നേഴ്സുമാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതേസമയം അവിടെ ലാബ് ടെക്നീഷ്യന്റെ എണ്ണം തലമുറ കുറവായിരിക്കും. പിന്നെ ഇങ്ങനെ പറയുന്ന പല ഇതുണ്ട്. അപ്പൊ ഒരു ആശുപത്രി എടുക്കുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം ആൾക്കാരെ ആവശ്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് എത്രത്തോളം അവസരങ്ങളുണ്ട് എന്ന് കൂടി നോക്കിയിട്ട് ഇപ്പൊ ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നിടത്ത് മാത്രമേ നമുക്ക് അത്തരം വേക്കൻസികളൊക്കെ ഉള്ളൂ. ഇപ്പൊ കാർഡിയോവാസ്കുലർ ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹൃദയ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുന്നതൊക്കെ അതിന്റെ ഒരു അവസരം. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് ഇത് ഇങ്ങനെയുള്ള ഒരു എംപ്ലോയ്മെന്റ് മാർക്കറ്റോടെ നമ്മൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അവരോട് പറഞ്ഞ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും ചോദിക്കുന്ന നല്ല സ്കോപ്പ് ഉള്ള സബ്ജക്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സ്കോപ്പ് എന്ന് പറയുന്ന കോഴ്സിനല്ല, ഒരു വ്യക്തിക്കാണ്. ഒരു വ്യക്തിക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ് എടുക്കുമ്പോൾ ആ കോഴ്സ് ആയിരിക്കും അയാളെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്കോപ്പ് ഉള്ള സബ്ജക്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച കോഴ്സ് ആണ്, അതും ആ വ്യക്തിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏറ്റവും മികച്ച കോഴ്സ്, ഇപ്പൊ ഏറ്റവും മികച്ച കോഴ്സ് എന്ന് നമ്മൾ കരുതുന്ന ഒരു കോഴ്സും ഒരു കുട്ടിക്ക് അഭിരുചിയും താല്പര്യം ഇല്ലാതെ പോയി എടുത്തു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഏറ്റവും മോശം കോഴ്സ് ആയിരിക്കും ആ കോഴ്സ് എന്ന് പറയുന്നത്. അതേസമയം അയാളുടെ അഭിരുചിക്കും താല്പര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് ചേർന്ന് വരുന്ന ഒരു കോഴ്സാണ് എടുക്കുന്നുണ്ട്, അയാളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് അതായിരിക്കും. പിന്നെ ഏറ്റവും എളുപ്പം പഠിക്കാനുള്ള കോഴ്സ് ഏതാണ്, ഒരാളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം പഠിക്കാനുള്ള സബ്ജക്ട് എന്ന് അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് ആയിരിക്കും അയാളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് ആണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് സാധ്യത നേടുമ്പോൾ എനിക്ക് ആ കോഴ്സ് എളുപ്പം പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സാലറി, ഏറ്റവും മികച്ച സാലറി കിട്ടുന്ന കോഴ്സ് ഏതാണെന്നുള്ളത് ചോദിക്കും. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പേ കണ്ട പോലെ കണ്ട പോലെ തന്നെ ഒരാൾ അർഹിക്കുന്ന സാലറി മാത്രമേ അയാൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചെന്ന് വെച്ചിട്ട് അയാൾക്ക് ഏറ്റവും വലിയ സാലറി നേടുന്നത് അയാളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള സാലറി ആയിരിക്കും അയാൾ നേടുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് 10ാം ക്ലാസ്സിന് ശേഷമുള്ള പ്രധാനപ്പെട്ട അവസരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സയൻസ് ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ ആണ്. അപ്പൊ നമ്മളിത് പറയുമ്പം ഇതിന്റെ ഓരോന്നിന്റെയൊക്കെ സയൻസ് എടുത്ത് തന്നെ എല്ലാ മേഖലയിലേക്കും പോകാനായിട്ട് സാധിക്കും. ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ കൊമേഴ്സ് എടുക്കുന്നവർക്ക് എല്ലാ മേഖലയിലേക്കും പോകാൻ പറ്റത്തില്ല, മെഡിക്കൽ പാരാമെഡിക്കൽ മേഖലയിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം എന്താണ് സയൻസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 9 കോമ്പിനേഷൻ ആണുള്ളത്. അതിനകത്ത് മാത്സ് കോമ്പിനേഷൻ വരുന്ന 6 കോമ്പിനേഷൻ ആണ് ഉള്ളത്. അതിനകത്ത് മാത്സും ബയോളജിയും വരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഈ കോമ്പിനേഷൻ എടുക്കുന്ന ആൾക്കാർക്ക് എല്ലാ മേഖലയിലേക്കും, ഇപ്പൊ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ പാരാമെഡിക്കൽ മേഖലയിലേക്കെല്ലാം പോകാനായിട്ട് സാധിക്കും. പിന്നെ മാത്സ് ഹോം സയൻസും വരുന്ന ഗ്രൂപ്പുണ്ട്, മാത്സും ജിയോളജിയും വരുന്ന ഗ്രൂപ്പുണ്ട്, മാത്സും കമ്പ്യൂട്ടർ സയൻസും വരുന്ന ഗ്രൂപ്പുണ്ട്. ഈ മാത്സ് കമ്പ്യൂട്ടർ സയൻസൂടെ വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് പാരാമെഡിക്കൽ മേഖലയിലേക്ക് അങ്ങനെ പോകാനായിട്ട് സാധിക്കത്തില്ല. അവർക്ക് എഞ്ചിനീയറിംഗ് മേഖലയിൽ ബാക്കി സയൻസിന്റെ എല്ലാ മേഖലയിലേക്കും പോകാനായിട്ട്, ഇപ്പൊ BSc ചേർന്ന് വരുന്ന സയൻസ് വിഷയങ്ങൾ, BS സയൻസ് വിഷയങ്ങൾക്കെല്ലാം ഇവർക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷെ ഈ പറയുന്ന ബയോളജി പരിഗണിക്കപ്പെടുന്ന മേഖലയിലും മെഡിക്കൽ പാരാമെഡിക്കൽ മേഖലയിലേക്ക് ഇവർക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഇലക്ട്രോണിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ വരുന്ന കോമ്പിനേഷൻ ഉണ്ട്. പക്ഷെ ഇതെല്ലാം വളരെ അപൂർവമായിട്ടുള്ള സ്കൂളുകളിൽ മാത്രമല്ല. സൈക്കോളജി വരുന്ന കോമ്പിനേഷൻ
ഉണ്ട്, ഹോം സയൻസ് വരുന്ന കോമ്പിനേഷൻ ഉണ്ട്. ഇതെല്ലാം വളരെ അപൂർവമായിട്ടുള്ള സ്കൂളിലേക്കാണ്. കൂടുതലും മാത്സും ബയോളജിയും വരുന്ന കോമ്പിനേഷൻ ആണുള്ളത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ കോമ്പിനേഷൻ ഉണ്ട്. എഞ്ചിനീയറിംഗിനൊക്കെ പോകണമെന്ന് ഭയങ്കര താല്പര്യമുള്ള ഒരാൾ ബയോളജി ഉള്ള കോമ്പിനേഷൻ, ബയോളജി ഇഷ്ടമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ എടുത്താലും മതിയാകും. കമ്പ്യൂട്ടർ സയൻസിന്റെ മേഖലയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്താലും മതിയാവും. അപ്പൊ ഇത്ര 9 കോമ്പിനേഷനാണ് നമ്മൾ സയൻസിനകത്തില് വരുന്നത്. അതോടൊപ്പം അടുത്തത് കൊമേഴ്സ് ഗ്രൂപ്പാണ്. കൊമേഴ്സ് ഗ്രൂപ്പിൽ 4 കോമ്പിനേഷനുകളാണുള്ളത്. അപ്പൊ അവിടെ മാത്സ് വരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്ന ഒരു കോമ്പിനേഷൻ. ഇപ്പൊ മാത്സ് വരുന്ന ഈ മാത്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ്. ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ, ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ളിടത്ത് നമുക്ക് BSc എക്കണോമിക്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ കണക്ക് പഠിച്ചിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BCom പഠിക്കണമെന്നുണ്ടെങ്കിൽ കണക്ക് പഠിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള പ്രത്യേകത ഉപയോഗിച്ച് കണക്ക് ഭാവിയിൽ ഈ നമ്മുടെ MBBS കഴിയുന്ന ഡോക്ടർമാർ പോലും മാത്സ് പഠിക്കണമെന്നില്ല. മാത്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ്. ഭാവിയിൽ ടെക്നോളജി ഒക്കെ വരുന്നത് കൊണ്ട് ഇപ്പൊ ഡേറ്റ സയൻസിന്റെയും ആർട്ടിഫിഷ്യൽ ഇതിന്റെ എല്ലാം ഒരു ബേസ് ആയിട്ട് വരുന്നത് മാത്സ് ആണ്. അപ്പൊ അതുകൊണ്ട് മാത്സിന് ഇച്ചിരി പ്രാധാന്യമുണ്ട്. കൊമേഴ്സ് ഗ്രൂപ്പിൽ കണക്ക് പഠിക്കുന്നവർക്ക് ആ മേഖലയിൽ കുറെ അവസരങ്ങൾ ഉണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ BSc എക്കണോമിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സബ്ജക്ട് കോമ്പിനേഷൻ ഉള്ള ആൾക്കാർക്ക് പറ്റും. ബാക്കി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് വരുന്ന കോമ്പിനേഷൻ ഉണ്ട്. പിന്നുള്ളത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ്. ഇപ്പം ഹ്യൂമാനിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ കോഴ്സ് കോമ്പിനേഷൻ ഉള്ളത്. അവിടെ പ്രധാനമായിട്ടും എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജിയോഗ്രഫി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ്. ഇതോടൊപ്പം തന്നെ ഹിസ്റ്ററി, അതോടൊപ്പം സോഷ്യോളജി, ജിയോളജി, മ്യൂസിക്, ഗാന്ധിയൻ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ജേർണലിസം അടക്കം ഒട്ടേറെ സബ്ജക്റ്റുകൾ നമ്മൾ ഇതിന്റെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് എല്ലാ സ്കൂളുകളിലൊന്നും ലഭ്യമല്ല. പല കോമ്പിനേഷൻ ഇപ്പൊ മ്യൂസിക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ടുള്ളിടത്ത് മാത്രമായിരിക്കും മ്യൂസിക്കുകൾ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ആ മേഖലയിൽ ഇപ്പൊ ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കണമെന്ന് അതിയായ താല്പര്യമുള്ള ആൾക്കാർ ഹ്യൂമാനിറ്റീസ് തന്നെ എടുത്താൽ മതി. അപ്പൊ ഇപ്പൊ സയൻസിന് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം. പിന്നെ അത് മാത്രമല്ല മാക്സിമം സ്കൂളിലേക്ക് ഇവര് അപ്ലൈ ചെയ്യണം. ചില കുട്ടികളുണ്ട് ഒരു സ്കൂളിലും 2 സ്കൂളിലും മാത്രം അപ്ലൈ ചെയ്തു ഫുൾ A+ ഒക്കെ കിട്ടിയാൽ, അല്ലെങ്കിൽ നല്ല 90% മാർക്കുണ്ട്, പക്ഷെ എന്താണ് സയൻസ് കിട്ടാതെ പോകുന്നത്. അപ്പൊ അവര് ബയോളജി സയൻസ് ആഗ്രഹിച്ചു, പക്ഷെ ബയോളജി സയൻസ് അല്ല കമ്പ്യൂട്ടർ സയൻസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മാക്സിമം സ്കൂളിലേക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ +1 കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ മാക്സിമം സ്കൂളിലേക്ക് കൊടുക്കുക. പിന്നെ അവരവരുടെ എന്താണ് മാർക്ക് നോക്കണം. ഇപ്പം സയൻസിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ Physics, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലെ മാർക്കായിരിക്കും പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റീസിനൊക്കെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ സോഷ്യൽ സയൻസിന്, ഇപ്പം സോഷ്യൽ സയൻസിന് മാർക്ക് കൂടുതലും അതോടൊപ്പം സയൻസിന് മാർക്ക് കുറഞ്ഞിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഈ പറയുന്ന സയൻസിന് അഡ്മിഷൻ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടിയൊക്കെ ശ്രദ്ധിക്കണം. മാക്സിമം സ്കൂളിൽ അപേക്ഷിക്കാനും കൂടി ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹ്യൂമാനിറ്റീസ്, സയൻസ് വിഷയങ്ങൾക്കൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാ വിഷയങ്ങൾക്കും ഉപരിപഠന സാധ്യതയുണ്ട്. എഞ്ചിനീയറിംഗ് മേഖല ഉണ്ട്. ഇപ്പൊ ഹയർ സെക്കൻഡറിക്കൊപ്പം തന്നെ നമ്മൾ പ്രധാനമായിട്ടും പോകേണ്ട ഒരു നിർബന്ധമായിട്ടും കുട്ടികൾ കൊടുത്തിട്ടുള്ള ഒന്നാണ് VHSC എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇപ്പൊ എല്ലാവരും ഹയർ സെക്കൻഡറി മാത്രമല്ല VHSC കൂടി നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം. ഇപ്പൊ അത്യാവശ്യം ഇച്ചിരി മാർക്ക് കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ ഹയർ സെക്കൻഡറി സയൻസ് കിട്ടില്ല, പക്ഷെ എന്നാൽ VHSC നമുക്ക് സയൻസ് പഠിക്കാൻ പറ്റും. അവിടെ 4 ഗ്രൂപ്പാണുള്ളത്, 46 കോഴ്സ് കോമ്പിനേഷൻ ഉണ്ട്. VHSC ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹയർ സെക്കൻഡറിക്ക് തുല്യമായിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഒരു തൊഴിലും കൂടി പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് VHSC. ഇപ്പൊ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സയൻസ് ഗ്രൂപ്പിൽ തന്നെ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കോമ്പിനേഷൻ വരുന്ന ആദ്യത്തെ ഗ്രൂപ്പാണ്. ഇപ്പൊ ഇവിടെ കുറെ അധികം കോഴ്സ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിന്റെ പ്രോസ്പെക്ടസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പൊ പവർ ടില്ലർ ഓപ്പറേറ്റർ, ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഓപ്പറേറ്റർ, 4-വീലർ സർവീസ് ടെക്നീഷ്യൻ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ആയാലും എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല കുറെ കോഴ്സുകൾ ഈ VHSCയുടെ ഭാഗം. ഗ്രാഫിക് ഡിസൈനർ ഉണ്ട്, പിന്നെ IoT ഡിവൈസ് സിസ്റ്റംസ്, ടെലികോം ടെക്നീഷ്യൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കോഴ്സുകൾ VHSCയിൽ പഠിക്കുന്നുണ്ട്. ഈ മാത്സ് കോമ്പിനേഷൻ ഉള്ളവർ പ്രത്യേകത ഇവിടെ പഠിക്കുന്നില്ല, ബയോളജി പഠിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് പാരാമെഡിക്കൽ, മെഡിക്കൽ മേഖലയിലേക്ക് പോകാനായിട്ട്
സാധിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ എഞ്ചിനീയറിംഗിന് പോകാം, പോളിടെക്നിക്കിന് പോകാം, ഇങ്ങനെയുള്ള മേഖലയിലൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ സയൻസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇവിടെ മാത്സ് പഠിക്കുന്നില്ല. അപ്പൊ ഇവിടെ തന്നെ ധാരാളം കോഴ്സ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ സർവീസ് പ്രൊവൈഡർ തുടങ്ങി ധാരാളം കോഴ്സ്, ലാബ് ടെക്നീഷ്യൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമ്മള് ഈ പറയുന്ന ഗ്രൂപ്പ് ബിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തില് ഉള്ളൊരു പ്രത്യേകത, ഈ ഗ്രൂപ്പ് എടുക്കുന്നവർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത, ഇവർക്ക് മാത്സ് ഇപ്പം നിലവിൽ ഇപ്പം ഇന്നലെ കിടക്കുന്നുണ്ട്, മാത്സ് അഡീഷണൽ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സയൻസിന്റെ മേഖലയിൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ അടക്കം എല്ലാ മേഖലയിലേക്കും പോകാനായിട്ട് സാധിക്കും. പക്ഷേ ഹയർ സെക്കൻഡറി അഡ്മിഷൻ കിട്ടാത്ത ആൾക്കാർ ഈ കോമ്പിനേഷൻ എടുത്തിട്ട് മാത്സിലൂടെ അഡീഷണൽ ആയിട്ട് പഠിച്ചാൽ അവർക്ക് സയൻസുകാർക്ക് പോകാൻ പറ്റുന്ന എല്ലാ മേഖലയിലേക്കും പോകാനായിട്ട് ഈ കോമ്പിനേഷൻ എടുക്കുന്ന ആൾക്കാർക്ക് സാധിക്കും. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് മാത്സിലൂടെ അഡീഷണൽ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ഗ്രൂപ്പ് സി എന്ന് പറയുന്ന കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന ഒരു കോഴ്സ്. പിന്നെ കൊമേഴ്സിന്റെ 4 കോഴ്സ് കോമ്പിനേഷന് 4 കോഴ്സുകളിലൂടെ അവര് നൽകുന്നുണ്ട്. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെന്റ് തുടങ്ങിയതോടൊപ്പം ഒരു വൊക്കേഷണൽ കോഴ്സുകൂടെ പഠിക്കുന്ന ഒരു കോമ്പിനേഷൻ എന്താണ് കൊമേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് കൂടി ഇതോടൊപ്പം ഉണ്ട്. ഈ 4 കോമ്പിനേഷൻ ആണ്. അപ്പൊ ഈ മുമ്പ് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മളിപ്പം സയൻസ് പറഞ്ഞ് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഒരു കാര്യം പറഞ്ഞപ്പോ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മളിവിടെ ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ BSc എക്കണോമിക്സ് പഠിക്കുന്നവർക്ക് മാത്സ് പഠിക്കണമെന്നോ. ഇപ്പൊ കഴിഞ്ഞ വർഷം മുതൽ സംസ്ഥാന സർക്കാർ സ്കൂൾ കേരള വഴി ഇവർക്ക് എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം +2 ഹ്യൂമാനിറ്റീസ് അതോടൊപ്പം തന്നെ കൊമേഴ്സിൽ എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് കണക്ക് മാത്രമായിട്ട് അഡീഷണൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പൊ VHSCയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഡീഷണൽ മാത്സ് എഴുതിയിട്ട് നമുക്ക് BSc എക്കണോമിക്സ് പോലെയുള്ള മേഖലയിലേക്ക് പോകാം. ഇപ്പൊ ഡാറ്റ സയൻസ് പോലെയുള്ള മേഖലയിലേക്ക് പോകാൻ പറ്റും. ഇപ്പം ചില കോഴ്സിന് ഇപ്പം BCA പോലുള്ള കോഴ്സിന് +2 മാത്സ് പഠിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ അഡീഷണൽ മാത്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ മേഖലയിലേക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ VHSCയുടെ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ VHSCയുടെ നമുക്ക് സ്വന്തമായിട്ട് സ്വയം തൊഴിൽ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ബിവോക്ക് കോഴ്സുകൾ നമുക്ക് ഉപരിപഠനമായിട്ട് എടുക്കാൻ പറ്റും. ഡിവോക്ക് കോഴ്സുകൾ, പോളിടെക്നിക്കൽ ഡിവോക്ക് കോഴ്സുകളുണ്ട്. പിന്നെ സാധാരണ ഡിഗ്രി ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ IT, പോളിടെക്നിക്, പാരാമെഡിക്കൽ മേഖലയിൽ ബന്ധപ്പെട്ട കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് റിസർവേഷൻ ഉണ്ട്. ഇപ്പം VHSCയിലെ MLT കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ, ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് പാരാമെഡിക്കല് അവര് സംവരണം കൊടുക്കുന്നു. അപ്പൊ എന്ന് പറയുന്ന പോലെ നമുക്ക് ബന്ധപ്പെട്ട പല കോഴ്സുകൾക്കും എന്താണ് പാരാമെഡിക്കൽ സംവരണമുണ്ട്. IT-യിലും പോളിടെക്നിക്കിലും VHSC കഴിയുന്ന ആൾക്കാർക്ക് സംവരണമുണ്ട്. ഇപ്പൊ പിന്നെ ഹയർ സെക്കൻഡറിക്ക് തുല്യമായിട്ട് ഇപ്പൊ എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഹയർ സെക്കൻഡറിക്ക് തുല്യമായിട്ടുള്ള ഒരു കോഴ്സിന് പോകണമെന്ന് തന്നെ നമ്മൾ പറയും. കാര്യം ഇപ്പൊ പല കോഴ്സുകളുടെയും യോഗ്യത 10ാം ക്ലാസ് എന്നുള്ളത് +2 ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 10ാം ക്ലാസ് ഇപ്പൊ 10ാം ക്ലാസ് വരെ 99% വിജയ ശതമാനം. അപ്പൊ 10ാം ക്ലാസ് കഴിയാത്ത ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു +2 പോകുന്നതാണ് നല്ലത്. ഇപ്പൊ ഹയർ സെക്കൻഡറി, VHSC അല്ലെങ്കിൽ +2 തുല്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് എന്തായാലും ചെയ്യണം. ഭാവിയിൽ ഇപ്പൊ തന്നെ LD ക്ലർക്കിന്റെ യോഗ്യത 10ാം ക്ലാസ് ആണ്. ഭാവിയിൽ എന്താവും, ചിലപ്പോൾ +2 ആയിട്ട് മാറാനായിട്ട് സാധ്യത. ചില കോഴ്സുകളുടെ യോഗ്യത ചിലപ്പോൾ +2 ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ഹയർ സെക്കൻഡറിക്ക് തുല്യമായിട്ടുള്ള കോഴ്സ് എടുക്കുക. VHSC എടുക്കുക, ഹയർ സെക്കൻഡറി എടുക്കുക. പിന്നെ ഹയർ സെക്കൻഡറിക്ക് തുല്യമായിട്ടുള്ള ഒരു കോഴ്സാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂള്. കേരളത്തിൽ 15 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി 1230 സീറ്റുകളുണ്ട്. അവിടെ 2 സയൻസ് ഗ്രൂപ്പുകളാണ്. ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പ് ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയിട്ടുള്ള ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പ്. അതോടൊപ്പം തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെ സയൻസിനൊപ്പം ഇല്ല. ഇത് കിട്ടുന്ന ഒരു അവസരമാണ് ടെക്നിക്കൽ തുല്യമായിട്ടുള്ള കോഴ്സുകളാണ് സ്കൂൾ കേരള വഴി നമുക്ക് ഹയർ സെക്കൻഡറി ചെയ്യാം. ഇപ്പൊ എൻട്രൻസിന്റെ കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർ സ്കൂൾ കേരള വഴി പ്രൈവറ്റ് ആയിട്ട് എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പോകുന്ന ആൾക്കാർ, അങ്ങനെ സ്കൂൾ കേരള വഴി നമുക്ക് ചെയ്യാം. പിന്നെ കേരള കലാമണ്ഡലത്തില് +2 തുല്യമായിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ SC ST വേണ്ടി പ്രത്യേകമായിട്ട് റെസിഡൻഷ്യൽ സ്കൂളുകൾ ഹയർ സെക്കൻഡറി
സ്കൂളുണ്ട്, ഫിഷറി സ്കൂളുണ്ട്, VHC കോഴ്സുകൾ പഠിക്കുന്ന ഫിഷറി സ്കൂളുണ്ട്. ഫിഷർമെന്റെ മക്കളായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ അത്തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് പ്രവേശനം കിട്ടുന്നത്. അപ്പൊ ഫിഷറി സ്കൂളുകളിൽ നമുക്ക് ആ കോഴ്സ് +2 തുല്യമായിട്ടുള്ള കോഴ്സ്, പിന്നെ CBSE NIOS അഫ്സൽ ഉലമ എന്ന് പറയുന്ന കോഴ്സുകളെല്ലാം +2 തുല്യമായിട്ടുള്ള കോഴ്സുകളൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് 10ാം ക്ലാസ് ശേഷം ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. പിന്നെ പോളിടെക്നിക്കുകളാണ്. നല്ല തൊഴിൽ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് നമ്മുടെ പോളിടെക്നിക് എന്നത്. 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന എഞ്ചിനീയറിംഗിന്റെ ഇപ്പൊ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസുകാർക്ക് എഞ്ചിനീയറിംഗ് മേഖലയിൽ പോകാൻ പറ്റും. പക്ഷെ അതേസമയം അവർക്ക് നമുക്ക് 10ാം ക്ലാസ് യോഗ്യത വെച്ച് പോളിടെക്നിക്കിന് 3 വർഷം പഠിച്ചിട്ട് നമുക്ക് ലാറ്ററൽ എൻട്രി വഴി ബിടെക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് മേഖല ഏകദേശം എഞ്ചിനീയറിംഗിലുള്ള കുറേയധികം കോഴ്സുകൾ നമുക്ക് ഈ പോളിടെക്നിക് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് അടക്കം, ടെക്സ്റ്റൈൽ ടെക്നോളജി, പ്രിന്റിംഗ് ടെക്നോളജി അടക്കം, പിന്നെ ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി അടക്കമുള്ള കുറെ കോഴ്സുകൾ, വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് പോളിടെക്നിക് പഠിക്കാം. ഇപ്പം വനിതാ പോളിടെക്നിക്കുകൾ കൊമേഴ്സ്യൽ പ്രാക്ടീസ് എന്ന് പറയുന്ന കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതോടൊപ്പം തന്നെ സൈബർ ഫോറൻസിക്സ് തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ എവിടെയുണ്ട് പോളിടെക്നിക്. പുതിയ കോഴ്സുകൾ കൂടി നമ്മുടെ പോളിടെക്നിക്കിൽ വന്നിട്ടുണ്ട്. എഞ്ചിനീയറിംഗിന്റെ നല്ല തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളാണ് ഈ പോളിടെക്നിക്കൽ എന്ന് പറയുന്നത്. 10ാം ക്ലാസ് യോഗ്യത ഇപ്പൊ സയൻസ് വിഷയം ഫിസിക്സ് ലാറ്ററൽ എൻട്രി വഴി +2 ഡയറക്റ്റ് പോളിടെക്നിക്കിൽ ഇത് കിട്ടും, അഡ്മിഷൻ കിട്ടും. അതോടൊപ്പം തന്നെ VHSCയിലെ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും 2ാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനം. പക്ഷെ സയൻസ് പഠിക്കുന്നവർക്കാണ് നേരിട്ട് 2ാം വർഷത്തിലേക്ക് പ്രവേശനം കിട്ടുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ് IT കോഴ്സ്. ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ 3 തലത്തിലുള്ള കോഴ്സുകളാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ പലപ്പോഴും നമുക്ക് ആളുകളെ കിട്ടാത്ത മേഖലയാണ് ഈ പറയുന്ന പല ആൾക്കാരും ഡിഗ്രി കഴിഞ്ഞിട്ട് വന്ന് IT ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം ചെങ്ങന്നൂർ IT പോലുള്ള അവിടെയൊക്കെ ഞങ്ങൾ ക്ലാസ്സിന് പോകുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ വിദേശത്തുനിന്ന് വരെ കമ്പനികൾ വന്ന് ഇവിടെ കുട്ടികളെ കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് മതിയായിട്ടുള്ള കുട്ടികളെ കിട്ടാനില്ല എന്നുള്ളതാണ്. അതായത് വ്യത്യസ്ത ഇലക്ട്രോണിക് മെക്കാനിക്സ്, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ് തുടങ്ങിയിട്ടുള്ള എഞ്ചിനീയറിംഗ് ട്രേഡുകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ സർവേയർ, ഡ്രാഫ്റ്റ്മാൻ അങ്ങനെയുള്ള കോഴ്സ് ഉണ്ട്. അപ്പൊ നോൺ എഞ്ചിനീയറിംഗ് ഡ്രസ് മേക്കിംഗ് ഉണ്ട്, ഫോട്ടോഗ്രാഫി ഉണ്ട്, പ്രൊഡക്ഷൻ, അങ്ങനെയൊക്കെ പറയുന്ന ധാരാളം കോഴ്സുകൾ നമുക്ക് ഈ IT പഠിക്കുന്നുണ്ട്. ഇതൊരു നല്ല തൊഴിൽ സാധ്യതയാണ്. ഇപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ അടക്കം പല ഇപ്പൊ റെയിൽവേ, ഷിപ്പ്യാർഡ്, ISR തുടങ്ങിയിട്ടുള്ള ധാരാളം അവസരങ്ങൾ നമുക്ക് ഈ പറയുന്ന IT-കാർക്കുണ്ട്. ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. പിന്നെ പോളിടെക്നിക്കിലെ 30% പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. 44 IT-കൾ SC/ST-ക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേകതകളുള്ള പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പൊ നമുക്ക് 10ാം ക്ലാസ്സുകാർക്ക് പറയുമ്പോൾ, +2-കാർക്ക് പറയുമ്പോൾ നന്നായിട്ട് പ്രാധാന്യം കൊടുത്ത് പറയേണ്ട 2 മേഖലയാണ് പോളിടെക്നിക്, അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 10ാം ക്ലാസ് യോഗ്യത വെച്ച് പോകാൻ പറ്റുന്ന ഒന്നാണ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്, GIFT ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സ് ചെയ്യാം. പിന്നെ മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമകൾ ചെയ്യാം. ഡിപ്ലോമ അത് പോളിടെക്നിക്കിൽ കോളേജിൽ പോളിടെക്നിക് ഡിപ്ലോമ ഉണ്ട് 3 വർഷത്തെ. അത് കൂടാതെ തന്നെ 10ാം ക്ലാസ് യോഗ്യത വെച്ച് പോകാവുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമയും കളിന്റെ ആഴ്ച ഉൾപ്പെടെയുള്ളത് മൂന്നാർ കാറ്ററിംഗ് കോളേജിലുണ്ട്. പിന്നെ 10ാം ക്ലാസ് യോഗ്യത വെച്ച് ഇവർക്ക് പോകാൻ പറ്റുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിന് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഇത് സഹകരണ ബാങ്കുകളിലൊക്കെ ജോലി കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നാണ്. ഇതിന്റെ സിലബസും കരിക്കുലം ഒക്കെ പരിഷ്കരിച്ചതോടുകൂടി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്ന പേര് മാറ്റിയിട്ടുണ്ട്. ഇത് വളരെ നല്ല ഒരു കോഴ്സാണ്. ഇപ്പം നമുക്ക് ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫി പോലുള്ള ജോലികൾക്ക് മാത്രമല്ല, നമ്മുടെ ഒരു ഓഫീസിലെ പ്രധാനപ്പെട്ട ഇന്റർനെറ്റ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു സമഗ്രമായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ് ഈ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറി പ്രാക്ടീസ് എന്ന് പറയുന്നത്. കേരളത്തിൽ 17 സ്ഥാപനങ്ങളുണ്ട്. 10ാം ക്ലാസ് യോഗ്യത വെച്ച് 2 വർഷമാണ് നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ഇത് പഠിക്കാൻ പറ്റും. പിന്നെ അത് പൈത്തൺ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം
നല്ല അവസ്ഥ. പിന്നെ സെറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ആൻഡ് നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ട്രെയിനിങ്, വെസൽ നാവിഗേറ്റർ കോഴ്സും അതോടൊപ്പം തന്നെ മറൈൻ ഫിറ്റർ കോഴ്സും ഉണ്ട്. 10ാം ക്ലാസ് തന്നെ എഴുതിയെങ്കിലും പക്ഷെ അവരുടെ എൻട്രൻസ് എക്സാം എഴുതണം. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജിയിൽ 3 വർഷം ഡിപ്ലോമ അവർ ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ് എഴുതി. സിപ്പറ്റില് പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. സിപ്പറ്റിൽ നമുക്ക് അതും എൻട്രൻസ് എക്സാം വഴിയാണ്. പിന്നെ സി അപ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തില് പ്രീ പ്രസ് ഓപ്പറേഷൻ ആൻഡ് പ്രസ് വർക്ക്, പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. പ്രിന്റിംഗ് ടെക്നോളജിയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് പഠിക്കാൻ പറ്റും. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയില് ലൈബ്രറി സയൻസിന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളെല്ലാം ചെയ്യാം. പിന്നെ KGCയുടെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്. അഗ്രോ മെഷീനറി, ഓട്ടോമൊബൈൽ, സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള. ഇപ്പൊ പോളിടെക്നിക്കോ ബിടെക്കോ അപ്പൊ അതിന് തുല്യമായിട്ട് പരിഗണിക്കാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്തൊക്കെ ജീവിക്കാൻ പറ്റുന്ന തൊഴിൽ സാധ്യതകളിൽ ഒന്നാണ് KGCയുടെ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കോഴ്സാണ് സെൻട്രൽ ഫുട്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ എന്ന് പറയുന്ന സ്ഥാപനത്തില് ജൂനിയർ ടെക്നീഷ്യൻ ഫുട്വെയർ ഡിസൈൻ ആൻഡ് പ്രൊഡക്ഷൻ, ടെക്നീഷ്യൻ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് 10ാം ക്ലാസ് യോഗ്യത കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫുട്വെയർ ഒക്കെ ഡിസൈൻ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ആയുർവേദ ഫാർമസി, ആയുർവേദ നഴ്സിംഗ്, ആയുർവേദ തെറാപ്പിസ്റ്റ്. ഈ കോഴ്സ് നമുക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ തിരുവനന്തപുരം, തൃപ്പൂണിത്തുറ, കണ്ണൂർ തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ കോളേജ് മാത്രമാണുള്ളത്. അതുകൊണ്ട് പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഇതിന് ഭയങ്കര ഡിമാൻഡാണ്. നമ്മുടെ ഓഫീസിൽ തന്നെ ധാരാളം വേക്കൻസികളൊക്കെ വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഹോമിയോ ഫാർമസി ഈ കോഴ്സ് തിരുവനന്തപുരത്തും കോഴിക്കോടുള്ള ഹോമിയോ മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പൊ ഇതെല്ലാം നല്ല തൊഴിൽ സാധ്യത ഉള്ള കോഴ്സുകൾ, പഠിച്ചിറക്കുന്ന ആൾക്കാരുടെ എണ്ണം. പക്ഷെ അഡ്മിഷൻ കിട്ടാൻ ഒത്തിരി പ്രയാസമായിരിക്കും. ഇപ്പൊ ഇത് നമുക്ക് അവർക്ക് മോട്ടിവേഷൻ ഒക്കെ തോന്നാൻ വേണ്ടി നമുക്ക് കാണിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് ഇപ്പൊ IIT, NIT ഈ സ്ഥാപനങ്ങളൊക്കെ വലിയ സ്ഥാപനമാണ്. 20,000 30,000 ഒക്കെ കുട്ടികളാണ് അവിടെ ഒരു ക്യാമ്പസിൽ തന്നെ പഠിക്കുന്നത്. വലിപ്പമൊക്കെ കണ്ട് അവരോട് സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു ലക്ഷ്യം വെക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവരോട് പറയാം. എന്തൊക്കെയാണ് ഇപ്പൊ +2 അതിന്റെ ഇടയ്ക്ക് കയറി വന്ന സ്ലൈഡാണ്. പിന്നെ എന്തുകൊണ്ടാണ് ദേശീയ സ്ഥാപനങ്ങളിൽ ഫീസാണ്, നല്ല നെറ്റ്വർക്ക് ഉണ്ടാവും, ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടാവും, ലൈബ്രറി, ലബോറട്ടറി സൗകര്യം, വിദേശത്ത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും, ഗവൺമെന്റിന്റെ ഡയറക്റ്റ് അണ്ടറിലായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രത്യേകതകളൊക്കെ നമുക്ക് അവർക്ക് പങ്കെടുക്കാൻ സാധിക്കും. പിന്നെ എൻട്രൻസ് എക്സാം എഴുതിയാൽ ഇത്ര സ്ഥാപനങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രൻസിന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ എടുക്കണം. പലപ്പോഴും എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്യാത്ത, ശരിയായിട്ട് നമ്മളത് പ്രിപ്പറേഷൻ ചെയ്യാത്തതുകൊണ്ട്, കരിയർ പ്ലാനിങ് ചെയ്യാത്തതുകൊണ്ടാണ് പല എൻട്രൻസ് എക്സാമുകളും നമുക്ക് കിട്ടാത്തത്. അപ്പൊ അതിന് എന്താണ് എൻട്രൻസ് എക്സാമിന്റെ പ്രത്യേകതകൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. സാധാരണ ക്വാളിഫയിങ് എക്സാമിൽ നിന്ന് വ്യത്യാസമാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും, സ്കില്ലാണ് വേണ്ടത്. പിന്നെ ചില എൻട്രൻസ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ മിനിമം മാർക്ക് 50%, 60% എന്നൊക്കെ വേണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യം. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ വെക്കണം. ചില എൻട്രൻസ് എക്സാമിന് നല്ല പൈസ. ഇപ്പൊ ക്ലാറ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4,000 രൂപയാണ് പൈസ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടെത്താനൊക്കെ നമ്മൾ ശ്രമിക്കണം. പിന്നെ അതിന് പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഫ്രീ ആയിട്ട് ഇവർക്ക് എൻട്രൻസ് കോച്ചിങ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ പോർട്ടൽ ഉണ്ട്. ഇപ്പൊ സതി പോർട്ടൽ ഉണ്ട്, IIT പാലുണ്ട്, entrance.kit.kerala.gov.in എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റ് സംവിധാനം ഉണ്ട്. ഇതിലൂടെ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. അതോടൊപ്പം തന്നെ യൂട്യൂബിൽ ക്ലാസ്സുകൾ ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് കരിയർ പ്ലാനിങ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാം. സെൽഫ് അസസ്മെന്റ് നമ്മൾ സ്വന്തമായിട്ട് ആദ്യം ചെയ്യണം. അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കരിയർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. പിന്നെ അത് ആ കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എൻട്രൻസ് എക്സാം, അതിന് എങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, സിലബസ് എന്താണ്. അപ്പൊ ഇതിനെ നമ്മൾ കരിയർ എക്സ്പ്ലോറേഷൻ എന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിനെ ഒരു ലക്ഷ്യമാക്കി മാറ്റുന്നത്, അതിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള ആക്ഷനുകൾ പണിയെടുക്കണം, നമ്മൾ പ്രിപ്പറേഷനുകളൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വ്യക്തിക്കാണ് പ്രാധാന്യം, അല്ലാതെ നമ്മൾ കോഴ്സിനല്ല എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ IIT കിട്ടി, അവിടെ മോശമായിട്ടാണ് നിങ്ങൾ ഉറപ്പിയാണ് പഠിക്കുന്നുണ്ടെങ്കിൽ IIT നിങ്ങൾ പരിശ്രമിക്കാൻ തോന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ എവിടെയാണോ പഠിക്കാൻ പോകുന്നത്, ആദ്യം നിങ്ങൾ പഠിക്കുന്ന ഏത് സബ്ജക്ട് പഠിച്ചത്, എവിടെയാണ് പഠിച്ചതെന്നായിരിക്കും తెలిയുക. അതുകൊണ്ട് തന്നെ നല്ല സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ നല്ല കരിയർ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ പഠിക്കുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അത്
അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സമയങ്ങളിൽ തന്നെ പഠിക്കാനായിട്ട് നോക്കുക. ഇതിന്റെ ഇൻഫർമേഷൻ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെയിലി പത്രം വായിക്കുക, ഇന്റർനെറ്റ് നോക്കാം, യൂട്യൂബ് നോക്കാം, ChatGPT പോലുള്ള സംവിധാനങ്ങൾ നോക്കാം. അപ്പൊ ഇതെല്ലാം നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു കരിയർ കൃത്യമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ കരിയർ പ്ലാനിങ് എന്ന് മാത്രമാണ് നമുക്കൊരു സക്സസ്ഫുൾ ലൈഫിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്നത്. നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ തന്നെ എന്താണ് രൂപപ്പെടുത്തി എടുക്കേണ്ടതാണ്. നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഇതിപ്പം കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില് എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് ഓഫീസിലേക്ക് വിളിച്ച് കരിയർ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആയതുകൊണ്ട് പലപ്പോഴും ആദ്യത്തെ ദിവസമൊക്കെ അനക്കമുള്ളത്, പിന്നെ ഇപ്പൊ ആരും വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് അവർക്ക് നമ്മളുടെ ഒരു കോൺടാക്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് വിളിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാം. എന്തെങ്കിലും മോട്ടിവേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോട്ടൊക്കെ ചെയ്ത് നമുക്ക് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. നമ്മുടെ നമ്പറൊക്കെ കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് അവരോട് സംശയങ്ങളൊക്കെ ചോദിക്കാം. എന്തൊക്കെയാണ് സംശയങ്ങൾ, എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് സംശയങ്ങൾക്ക് മറുപടി പറയാനുള്ള പ്രധാനപ്പെട്ട. ഈ 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് നമ്മൾ ഒത്തിരി കോഴ്സുകളെ പറ്റിയിട്ട്, എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുത്ത് ഇവരുടെ തലയെ കയറത്തില്ല. അപ്പൊ നമുക്ക് ശരിക്കും ഇവര് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്താണോ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് നന്നായിട്ട് പഠിക്കണം, പ്രിപ്പറേഷൻ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രെസ് ചെയ്ത് പറയാം. പിന്നെ നമുക്ക് ഈ പ്രധാനപ്പെട്ട എല്ലാവർക്കും ഹയർ സെക്കൻഡറി മാത്രമേ അറിയത്തുള്ളൂ, VHSC അറിയത്തില്ല, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി അറിയത്തില്ല. അത്തരം കാര്യങ്ങളോട് പരിചയപ്പെടുത്തുക. ഏറ്റവും പ്രധാനമായിട്ട് ഇവർക്ക് പോളിടെക്നിക്കിൽ IT പറ്റിയിട്ട് നല്ലൊരു അവയർനെസ് കൊടുക്കണം. അത്യാവശ്യം മാർക്ക് കുറവുള്ള ആൾക്കാർക്കൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞാൽ മതി. പിന്നെ ഇവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരോട് സംശയങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമ്മുടെ ഒരു ക്ലാസ് എന്നുള്ള രീതിയിൽ നമ്മളൊരു സ്ലൈഡിനകത്ത് വരുന്നത്. അപ്പം ഈ കുറച്ചുകൂടെ നമ്മൾ നേരിട്ട് പറയുന്നതും തമ്മില് ഇപ്പൊ ഓൺലൈൻ ഒക്കെ ചെയ്യുന്നതും തമ്മിലൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നും. അപ്പോ വെബിനാറായിട്ട് ചെയ്തപ്പോൾ പലപ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഫീല് അത്രയും കിട്ടിയിട്ടില്ല. അപ്പൊ എത്രത്തോളം നമുക്ക് സാധാരണ ഒരു പറഞ്ഞു പോയ രീതിയിലാണ് പറയുന്നത്, പക്ഷെ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റുമെന്നാണ് എന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ട് നല്ല തുടക്കത്തിൽ അവരുമായിട്ടൊരു നല്ലൊരു ഇത് സ്ഥാപിക്കണം. ഇപ്പൊ നമ്മൾ സ്ലൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ എവിടെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ്, എന്താണ് അവരെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ടെക്നോളജിയെ പറ്റിയിട്ട് അറിയോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുശേഷം നമ്മൾ കുട്ടികളെ നന്നായിട്ട് നമ്മളോട് ശ്രദ്ധിക്കും. ഇപ്പൊ ഞാൻ ഈ കാണിച്ച സ്ലൈഡിലൊക്കെ പലപ്പോഴും കുറെ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ വെബിനാർ വരുമ്പോ അതിൻ്റെതായ ഒരു പരിമിതി ഉണ്ട്. അപ്പൊ എത്രത്തോളം ഇത് ഒരു കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കുമാണ് എത്രത്തോളം അത് ഫലപ്രദമായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു 10ാം ക്ലാസ്സുകാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പറയണം. അപ്പൊ ഇതോടൊപ്പം നമുക്ക് തൊഴിലവസരങ്ങളൊക്കെ പറയാം. അപ്പൊ അതിന്റെ ഒരു സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പൊ തൊഴിലവസരങ്ങൾ ഇപ്പൊ LD ക്ലർക്ക്, LGS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് 10ാം ക്ലാസ്സുകാർക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ഒരു വെബിനാർ എന്ന് പറയുന്നത് +2 ശേഷമുള്ള ഒരു ഉപരിപഠനമായിരിക്കും. അപ്പൊ അത് നമുക്ക് അതുകൂടെ കഴിയുമ്പോൾ ഏകദേശം നമുക്ക് കുറെ കോഴ്സുകളെ പറ്റിയിട്ടും ഒരു ഐഡിയ ഒക്കെ നമുക്കുണ്ട്. കുറച്ചൊക്കെ കുട്ടികളോടൊക്കെ പറയാൻ നിൽക്കുന്ന ഒരു ഐഡിയ കിട്ടും. പിന്നെ ആ സ്ലൈഡ് നമുക്ക് ഷെയർ ചെയ്ത് തരാം. ആ സ്ലൈഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ ഓരോരുത്തർക്ക് അതിനകത്ത് അത് വെച്ച് തന്നെ നമുക്കൊരു ഗവേഷണം ജസ്റ്റ് നമ്മുടെ നെറ്റിലൊക്കെ നോക്കി, വെബ്സൈറ്റിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് നല്ലൊരു രീതിയിലൊക്കെ മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് നീ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കുറവുള്ളതൊക്കെ ഞാൻ പെട്ടെന്ന് നമ്മള് തയ്യാറാക്കിയാണ്. അപ്പൊ നേരത്തെയൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ട് ക്ലാസ് എടുക്കണമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നേരെ തിരിച്ചാണ്, ഡേറ്റ് എടുത്തിട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയോണ്ട് അതിന്റെ കുറച്ച് പോരായ്മകളൊക്കെ അതിനകത്തിലുണ്ട്, ഉണ്ട്. അപ്പം ഇത് എഫക്റ്റീവ് ആയിരുന്നോ, പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ആരെങ്കിലും അഭിപ്രായങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ ഇതോടുകൂടി എന്റെ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇതിനകത്തില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാണിച്ച നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായിട്ട്
നന്ദി പറയുകയാണ്. അപ്പൊ ഇതിന് ഒരു അവസരം ഒരുക്കി തന്ന മാത്യു സാറ്, അമ്പിളി മാഡം അടക്കമുള്ള നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ ജീവനക്കാരോടുള്ള നന്ദി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിച്ചായിട്ട് അറിയിക്കും. താങ്ക് യു വിനോദ്. നന്നായിട്ട് ക്ലാസ് എടുത്തു. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വിശദമായ ലളിതമായ വിനോദം എല്ലാവർക്കും നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വിനോദേ, ഓക്കെ. ഞാൻ മാഡം ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ കുറെ ക്ലാസ്സുകൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര വ്യത്യാസമായി ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. വിനോദ് നല്ല സ്റ്റാർട്ടാണ്. വിനോദ്, നമ്മുടെ രാജീവൻ സാറ് ക്ലാസ് എടുത്ത പോലെ തന്നെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു വിനോദ്. നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പേഴ്സൺ എന്ന നിലയിൽ താങ്ക് യു വിനോദ്. താങ്ക് യു. വിനോദ് നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ നമ്മുടെ കരിയർ ടീം രൂപീകരിക്കുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞില്ലേ എന്നാ കുറച്ച് പേരുടെ? കേക്കുന്നില്ല കേട്ടോ, കേക്കുന്നില്ല. കുഴപ്പമില്ല. എന്താന്ന് വെച്ചാൽ ഗ്രൂപ്പിലൊന്ന് ഇട്ടാ മതി എന്നാ മെസ്സേജ് ആയിട്ട്. ഇല്ലേ, കേക്കുന്നില്ല. പിന്നീട് ഗ്രൂപ്പിൽ ഇട്ടാ പോരെ ബിമലേ? അത് മതി മതി മതി. ഓക്കെ, താങ്ക് യു. അമ്പിളി പങ്കെടുക്കുന്നവർക്ക് നന്ദി പറയൂ. ഓക്കെ സാറേ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇപ്പം SSLCക്ക് ശേഷമുള്ള കോഴ്സുകളെ പറ്റി വളരെ വിശദമായും ലളിതമായും വിനോദം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് പറഞ്ഞു തന്നത്. എല്ലാവർക്കും ഈ ക്ലാസ് ഒത്തിരി പ്രയോജനമായെന്ന് കരുതുന്നു. ഇതൊരു തുടക്കമാണ്. ഇനിയും നമ്മൾ ഇത് തുടർന്ന് ഇനി അടുത്തത് +2 ശേഷമുള്ള കോഴ്സുകളെ പറ്റിയൊക്കെ അടുത്തൊരു ദിവസം ഇതുപോലെ എല്ലാവരുടെ സൗകര്യം നോക്കി വിനോദ് അത് ക്ലാസ് എടുക്കുന്നതായിരിക്കും. ഏകദേശം ഒരു 1.5 മണിക്കൂറിലധികം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന വിനോദിന് ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിച്ചോളൂ. താങ്ക് യു വിനോദ്. താങ്ക് യു വിനോദ്. ശരിക്കും നമുക്ക് അവസാനിപ്പിക്കാം.